കഥ തുടരുന്നു. ഡിവൈഎസ്പി ചന്ദ്രസേനന്റെ വരവ് കണ്ടപ്പോൾ വിശ്വരൂപൻ ചാന്നാർക്കും ധ്രുവിനും ക്ഷിപ്രയ്ക്കും എന്തോ പന്തിക്കേട് തോന്നി. കാരണം ഗൗരവത്തിലായിരുന്നു അയാൾ. ധ്രുവും ക്ഷിപ്രയും പെട്ടെന്ന് എഴുന്നേറ്റു. ധ്രുവ് ചന്ദ്രസേനന് സല്യൂട്ട് നൽകി. സാർ ഒന്ന് തലയാട്ടിയിട്ട് ചന്ദ്രസേനൻ വിശ്വരൂപൻ ചാന്നാർക്കെതിരെയായിരുന്നു. വിശ്വരൂപ, ഭാരതിയുടെയും തൻ്റെ ഭാര്യയുടെയും തിരോധാനത്തിൽ തനിക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഒരിക്കൽ ഇല്ലെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോരാ. ആരെയും സംശയിക്കാതെ കഴിയാനാവില്ല ആർക്കും ഈ ലോകത്ത്. ചന്ദ്രസേനൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ക്ഷിപ്ര അകത്തേക്ക് പോയി. അങ്ങനെ പേര് പറയണമെങ്കിൽ അത് MLA ശ്രീനിവാസനും ദേവസേനാപതിയും മാത്രമാണ്. ചന്ദ്രസേനൻ വിസ്മയിച്ചു. ശ്രീനിവാസൻ സാറും താനും സുഹൃത്തുക്കളല്ലേ? ആയിരുന്നു, ചാന്നാർ സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴല്ല. ദേവസേനാപതി കരിമണൽ വാരാൻ വന്ന ദിവസത്തെ സംഭവം ചാന്നാർ വിവരിച്ചു. ചന്ദ്രസേനൻ്റെ മുഖം ഗൗരവത്തിലായി. പക്ഷേ പെണ്ണുങ്ങളെ തട്ടിയെടുത്തു കൊണ്ടുപോയിട്ട് അവർക്കെന്ത് പ്രയോജനം? അതെനിക്കും അറിയില്ല. ചാന്നാർ അസ്വസ്ഥനായി. സാർ, പെട്ടെന്ന് ധ്രുവ് തിരക്കി. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല, നമ്മുടെ ലാബിലെ കാര്യമല്ലേ, വൈകും. പിന്നെ ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ചാന്നാരും ധ്രുവും അയാളെ ശ്രദ്ധിച്ചു. ഫിംഗർ പ്രിൻ്റ് റിപ്പോർട്ട് ലഭിച്ചു. എന്നിട്ട്? ധ്രുവ് കാത് കൂർപ്പിച്ചു. കുറ്റവാളികൾക്ക് ഈ വീടുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഈ വീട്ടിലുള്ളവരുടെ ഫിംഗർ പ്രിൻ്റുകളല്ലാതെ മറ്റൊന്നും ഒരിടത്തു നിന്നും ലഭിച്ചിട്ടില്ല. ധ്രുവ് അച്ഛനെ നോക്കി. അയാൾ തല കുനിച്ചു കളഞ്ഞു. ചന്ദ്രസേന തുടർന്നു. ഒന്നുകിൽ എല്ലാത്തിനും പിന്നിൽ ഇവിടെയുള്ളവർ തന്നെ, അല്ലെങ്കിൽ അവർ കൃത്യമായി മറ്റുള്ളവരെ സഹായിച്ചു. നേരത്തെ ധ്രുവ് പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? ചാന്നാർ സംശയിച്ചു. ചന്ദ്രസേനൻ പെട്ടെന്ന് എഴുന്നേറ്റു. വിശ്വരൂപ, എനിക്ക് വീണ്ടും വരേണ്ടി വരും. കാരണം ഈ കേസ് ഇപ്പോൾ എൻ്റെ അഭിമാന പ്രശ്നമാണ്. ചാന്നാർ തലയാട്ടി. പുറത്തേക്ക് നടക്കും മുമ്പ് ചന്ദ്രസേനൻ ധ്രുവിനോട് തിരക്കി. നീ എന്നാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്? തീരുമാനിച്ചില്ല സാർ. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ആകാതെ. എന്നാൽ ചാന്നാർ ഇടയ്ക്ക് കയറി. ഇല്ല സേന, ഇവൻ നാളെ കഴിഞ്ഞു പോകും. അച്ഛാ, ഞാൻ ധ്രുവ് ബാക്കി പറയും മുമ്പ് ചന്ദ്രസേനൻ്റെ ശബ്ദം വന്നു. അതെന്താ ഇവനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ തനിക്ക് ധൃതി? ചാന്നാർ ഒന്ന് പരിങ്ങി. അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. അയാൾ പോയി. എല്ലാവർക്കും പത്മത്തെയാണ് സംശയം, അല്ലേടാ? പോലീസ് ജീപ്പ് ഗേറ്റ് കടന്നപ്പോൾ ചാന്നാർ ധ്രുവിനെ നോക്കി. ചന്ദ്രസേനൻ സാർ അങ്ങനെ പറഞ്ഞില്ലല്ലോ അച്ഛാ. പെട്ടെന്ന് ക്ഷിപ്ര വന്നു. അച്ഛന് കുത്തു കിട്ടിയത് എങ്ങനെയെന്ന് പറഞ്ഞില്ല. ചാന്നാർ ദീർഘമായി നിശ്വസിച്ചു. പറഞ്ഞേക്കാം, എൻ്റെ മക്കളുടെയെങ്കിലും സംശയം മാറ്റാൻ. അയാൾ കത്തുന്ന വെയിലിലേക്ക് നോക്കി. അകലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനരികിലെ ഹൈമാസ് ലൈറ്റ് വെയിലിൽ വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. എനിക്ക് കുത്തുകൊണ്ടത് ഒരു ദിവസം കടലിൽ വെച്ചാണ്, ചാന്നാർ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ 4 പേരെ ബോട്ടിലുണ്ടായിരുന്നുള്ളൂ. മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. 6-7 പേരുമായി ഒരു പഴയ വള്ളം മുങ്ങാൻ തുടങ്ങുന്നതും അവർ അലുമുറയിടുന്നതും ഞങ്ങൾ കണ്ടു. മറ്റൊന്നും വിചാരിച്ചില്ല. അവരെ രക്ഷിച്ച് ബോട്ടിൽ കയറ്റി. ആ നേരത്തായിരുന്നു കുത്ത്. ചാന്നാർ തൻ്റെ ഷർട്ട് ഉയർത്തി കാണിച്ചു. അവിടെ ഇപ്പോഴും 4 ഇഞ്ച് നീളത്തിൽ ഒരു തുന്നിക്കെട്ടിയ പാട് കണ്ടു. ആരാണച്ച കുത്തിയത്? ധ്രുവ് പല്ല് കടിച്ചു. ഞങ്ങൾ രക്ഷിച്ച് ബോട്ടിൽ കയറ്റിയവരിൽ ആരോ. പിന്നീട് അവർ കടലിൽ ചാടിക്കളഞ്ഞു. സേനാപതിയുടെ ആളുകളായിരിക്കും, ക്ഷിപ്ര പറഞ്ഞു. അല്ല. ചാന്നാർ ഷർട്ട് താഴ്ത്തിയിട്ടു. പിന്നെ? അതും അറിയില്ല. കള്ളമാണ് അച്ഛൻ പറയുന്നത്, ധ്രുവ് തർക്കിച്ചു. ചാന്നാർ ഒന്ന് ചിരിച്ചു. അതുപോട്ടെ. ആലപ്പുഴ ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ 2 മാസം. വിവരമറിഞ്ഞ് ഭാരതി അമേരിക്കയിൽ നിന്ന് തിരികെ പോന്നു. തുറയിലുള്ളവർ മാറി മാറി ആശുപത്രിയിൽ. അവൾക്കൊപ്പം എനിക്കും കൂട്ടിരുന്നു. അവളുടെ പ്രാർത്ഥനയും ശുശ്രൂഷയുമാണ് എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഈ കാണുന്ന സ്വത്തൊക്കെ ഉണ്ടാക്കിയത് അവളുടെ പണം കൊണ്ടാണ്. ഒറ്റ രൂപ പോലും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. ചാന്നാരുടെ കണ്ണ് വീണ്ടും നനഞ്ഞു. ഒരു വിവാഹത്തിന് ഞാൻ അവളെ എത്ര നിർബന്ധിച്ചു? സമ്മതിച്ചില്ല അവൾ. ഈ ഏട്ടൻ മാത്രം മതിയെന്ന് അവൾ പറഞ്ഞു. അങ്ങനെയുള്ള അവൾ എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെയുള്ള പത്മത്തെ വിവാഹം ചെയ്തു തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവൾക്ക് എൻ്റെ മേൽ ആധിപത്യം ഉള്ളതിൽ തെറ്റുണ്ടോ? ചാന്നാർ വികാരധീനനായി. മക്കൾക്ക് മറുപടിയില്ലായിരുന്നു. ചാന്നാർ പറഞ്ഞു നിർത്തി. അന്നും ഇന്നും എന്നും ഞാൻ ഇവിടുത്തെ പാവങ്ങളെ സഹായിക്കുന്നു. പലരെയും വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോഴും വിവാഹം നടത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടെ എപ്പോഴോ വീണ ഒരു പേര് അങ്ങർത്ത്. ജനങ്ങളുടെ സ്നേഹ സമ്മാനം. ചാന്നാരുടെ ഭാവം പെട്ടെന്ന് മാറി. എൻ്റെ മക്കൾക്കെല്ലാം മനസ്സിലായെങ്കിൽ പോകാം. അലർച്ച പോലെയായിരുന്നു അത്. ധ്രുവും ക്ഷിപ്രയും ഞെട്ടിപ്പോയി. 2 ദിവസങ്ങൾ കൂടി പിന്നിട്ടു. വലിയഴിക്കൽ മുനമ്പിനോട് ചേർന്ന ഭാഗത്ത് ബോട്ടിൽ പെയിൻറ് ചെയ്യുകയായിരുന്നു സ്രാവ് മജീദ്. ഒപ്പമുണ്ടായിരുന്നവർ ഭക്ഷണത്തിന് പോയിട്ട് വന്നിട്ടില്ല. ബോട്ടിൻ്റെ നിറം മാറ്റണമെന്നത് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശമാണ്. മജീദ് ഒരു ബീഡി കത്തിച്ചുകൊണ്ട് ഡെക്കിലിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിനൊപ്പം കടൽക്കാറ്റും. ബോട്ട് ഓളങ്ങളിൽ പതുക്കെ അനങ്ങിക്കൊണ്ടിരുന്നു. പൊടുന്നനെ ബോട്ട് വല്ലാതെ ഒലിഞ്ഞതുപോലെ തോന്നി. മജീദ് വെട്ടിത്തിരിഞ്ഞു. ആ ക്ഷണം ശിരസിൽ ഒരടിയേറ്റു. മജീദിൻ്റെ തലച്ചോറിൽ നക്ഷത്രങ്ങൾ മിന്നി. അയാൾ ഒരു വശത്തേക്ക് വീണു. കാൽ തട്ടി പെയിൻറ് ടിൻ മറിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയെത്തിയ യാക്കൂബ് മണവാളനും മജീദിനെ തിരഞ്ഞു. എടാ മജീദേ, ചുറ്റും നോക്കിക്കൊണ്ട് വിളിച്ചു. പ്രതികരണമില്ല. മണവാള, അത് കണ്ടോടാ? യാക്കൂബ് കൈ ചൂണ്ടി. മണവാളൻ കണ്ടു. ഡെക്കിൽ പരന്നൊഴുകിയ പെയിൻറ്.
അതിലൂടെ ആരെയോ വലിച്ചിഴിച്ചതുപോലെയുള്ള പാട്. ഒന്നിലധികം ചെരുപ്പിൻ്റെയോ ഷൂസിൻ്റെയോ പാടുകൾ. അവർക്ക് ആപത്ത് മണത്തു. വാർത്ത കാറ്റുപോലെ പരന്നു. ജനം വലിയഴീക്കൽ ഓരോ സ്ഥലവും പരതി. മജീദില്ല. വാർഡ് മെമ്പർ കൃഷ്ണൻ വിശ്വരൂപൻ ചാന്നാർക്ക് ഫോൺ ചെയ്തു. അയാൾ പാഞ്ഞെത്തി. മുനമ്പിൽ നിന്നുകൊണ്ട് ചാന്നാർ മജീദിൻ്റെ ഫോണിലേക്ക് കാൾ അയച്ചു. അപ്പുറത്ത് ബെൽ മുഴങ്ങി. 4-5 തവണ ആയപ്പോഴേക്കും കാൾ മുറിഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ആയി. ചാന്നാർ തൃക്കൊന്നപ്പുഴ സ്റ്റേഷനിലേക്ക് വിളിച്ചു. SI ലീവായതിനാൽ ASIക്കായിരുന്നു സ്റ്റേഷൻ ചാർജ്. അയാൾ വലിയഴീക്കിലെത്തി വിവരശേഖരണം നടത്തി. മജീദ് എവിടെ? മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉത്തരമില്ല. സ്രാവ് മജീദ് കണ്ണുകൾ തുറന്നു. താൻ എവിടെയെന്നറിയാതെ അയാൾ ചുറ്റും പകച്ചു നോക്കി. ശിരസിന് വല്ലാത്ത വേദന. പെട്ടെന്ന് മനസ്സിലേക്ക് അടിയേറ്റ രംഗം വന്നു. കൈ ഉയർത്തി തലയിൽ തടവാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കൈകൾ പിന്നിലേക്ക് തിരിച്ചു കെട്ടിയിരിക്കുകയാണ്. മജീദിൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. തങ്ങളുടെ ബോട്ടിലല്ല താൻ. ഇതൊരു പഴയ ബോട്ടാണ്. അതിൻ്റെ തട്ടിൽ കിടക്കുകയാണ് താൻ. കീറിയ വലകളും പൊങ്ങുകളും ചുണ്ടകളും കന്നാസുകളുമൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. പെയിൻ്റൊക്കെ ഇളകിപ്പോയി പലക തെളിഞ്ഞ ബോട്ട്. മജീദിൻ്റെ എഴുന്നേൽക്കാനുള്ള ശ്രമം പാഴായി. ആരുമില്ലടാ ഇവിടെ? അയാൾ ഒച്ച ഉയർത്തി. ഏതവനെ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? പെട്ടെന്ന് 2 പേർ അയാൾക്ക് മുന്നിലേക്ക് വന്നു. തീർത്തും അപരിചിതരായ 2 പേർ. മജീദേ, നീ പേടിക്കണ്ട. തൽക്കാലം നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല. ഒരുവൻ പല്ലിളിച്ചു. നീ പോടെ പോത്തെ. എനിക്ക് നിന്നെയൊന്നും ഒരു പേടിയില്ലടാ, മജീദ് ഗർജിച്ചു. അവർ തലയാട്ടി. പിന്നെ അത് ഞങ്ങൾക്കറിയാം. സ്രാവിനെ പിടിക്കാൻ ഒറ്റയ്ക്ക് കടലിൽ ചാടിയ പുള്ളിയല്ലേ നീ? ഒറ്റയ്ക്കല്ല, അയാൾ തർക്കിച്ചു. അതെന്തുമാകട്ടെ. ഒരാൾ മജീദിൻ്റെ അരികിൽ കാലുകൾ മടക്കി ഇരുന്ന ശേഷം കവിളത്തൊന്ന് തടവി. അയാളുടെ ശബ്ദം മാറി. സ്രാവേ, നീ പേടിക്കും, നിലവിളിക്കും, യാചിക്കും. അത്തരമൊരു കാഴ്ച കാണിക്കാനാണ് നിന്നെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത്. അയാളുടെ സ്വരത്തിൽ ഉപ്പുവെള്ളത്തിൻ്റെ നീറ്റിൽ മജീദ് തിരിച്ചറിഞ്ഞു. നീ ആരാ? മജീദിൻ്റെ പല്ലുകൾ ഞെരിയുന്നതിനൊപ്പം മുഖവും കനത്തു. നീ ആണാണെങ്കിൽ എന്നെയൊന്ന് അഴിച്ചുവിട്ടിട്ട് ഇങ്ങനെ വീമ്പിളക്കട. അവർ പൊട്ടിച്ചിരിച്ചു. ഉത്തരം കിട്ടാത്തതോ നടക്കാത്തതുമായ ആവശ്യങ്ങൾ. ഒരാൾ അടുത്തവനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു. പൊടുന്നനെ ഇരുവരും ചേർന്ന് മജീദിനെ വലിച്ചിഴച്ചു ഫ്രീസറിൻ്റെ അടുത്തേക്ക്. അതിൻ്റെ അടപ്പ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവർ അയാളുടെ ശിരസ് അതിനുള്ളിലേക്ക് തള്ളിപ്പിടിച്ചു. അകത്തോട്ട് നോക്കടാ. ആദ്യം മജീദിന് കാഴ്ച കിട്ടിയില്ല. ഒരാൾ ടോർച്ച് തെളിച്ചു കൊടുത്തു. അകത്തു നിന്നൊരു ഞരക്കം. ഒപ്പം മജീദ് കണ്ടു. തൻ്റെ തലച്ചോറിൽ നീരാളികൾ പൊളയുന്നതുപോലെ അയാൾക്ക് തോന്നി. ഫ്രീസറിനുള്ളിൽ ചുരുട്ടിക്കെട്ടിയതുപോലെ 2 മനുഷ്യ ശരീരങ്ങൾ. കുറേ അളിഞ്ഞ മീനുകൾക്കൊപ്പം. വെള്ളം വെള്ളം അവർ മന്ത്രിക്കുന്നത് അയാൾ കേട്ടു. ഭാരതി അമ്മാളും പത്മവും. മജീദിൻ്റെ കണ്ണുകളിൽ ഇരുൾ തിങ്ങി. അടുത്ത് നിൽക്കുന്നവരിൽ ഒരാൾ പറയുന്നത് മജീദ് കേട്ടു. ഫ്രീസർ അടച്ചാൽ 1 മിനിറ്റിൽ കൂടുതൽ ഇവർ ജീവിക്കില്ല. ഫ്രീസറിനുള്ളിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് തള്ളി. അയാൾക്ക് ഓക്കാനം വന്നു. മജീദ് തലവെട്ടിച്ച് പിന്നോട്ട് നിരങ്ങി നീങ്ങാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഒരുവൻ പെട്ടെന്ന് അയാളുടെ പുറത്ത് ചവിട്ടിപ്പിടിച്ചു. കാലി മാറ്റടാ, മജീദ് മുരണ്ടു. കുറച്ചു നേരം കൂടി നീ അത് കാണണ്ട. അനുഭവിച്ചറിയേ നിന്റെ കൊച്ചമ്മമാരുടെ ദുർവിധി, അയാൾ പരിഹസിച്ചു. ഇതെല്ലാം നിനക്കൊക്കെ ഞാൻ പണിതരും. കടലമ്മയാണ് സത്യം. മജീദിൻ്റെ ശബ്ദം ഫ്രീസറിനുള്ളിൽ മുഴങ്ങി. ഓ പിന്നെ, അവർ അത് പുച്ഛിച്ചു തള്ളി. നീ എന്തു പണി തരാനാടാ? വേണമെങ്കിൽ ഈ നിമിഷം നിന്നെ കൊത്തിയരിഞ്ഞ് ഞങ്ങൾ സാവുകൾക്ക് കൊടുക്കും. ഒരുത്തനും അറിയുകയല്ല. ഞങ്ങളെ തടയില്ല. അവർ അയാളുടെ കാലുകളിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചിട്ടു. ഫ്രീസറിൻ്റെ സൈഡിലിടിച്ച് മജീദിൻ്റെ താടി വേദനിച്ചു. വീണ്ടും ഒരുത്തൻ നാവനക്കി. പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് നിന്നെ ജീവനോടെ മടക്കി അയക്കാൻ വേണ്ടിയാ. അതെന്തിനാണെന്നറിയാമോ? ഈ കണ്ടത് വിശ്വരൂപൻ ചാന്നാരോടും അവൻ്റെ മോനോടും ചെന്ന് പറയാൻ. അതെ, അതിനു മാത്രം. ഇത്തവണ കേട്ടത് ഒരു പുതിയ ശബ്ദം. തട്ടിൽ കിടന്നുകൊണ്ട് മജീദ് ആയാസപ്പെട്ട് തലതിരിച്ചു. ഒരു ചെറുപ്പക്കാരൻ. അവൻ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്നു. മെഡിക്കൽ കോളേജ് ഇടനാഴിയിലൂടെ തങ്ങൾ ഓടിച്ചത് ഇവനെയായിരുന്നുവെന്ന് മജീദ് തിരിച്ചറിഞ്ഞു. പിന്നെ 2 ഭാസ്കരനെ കുത്തിക്കൊല്ലുന്ന ഹാൻഡിക്കാമിലെ രംഗം. അതിലെ ഇരുണ്ട രൂപവും ഇവൻ്റേതു തന്നെ. പരിഹാസത്തോടെ ചെറുപ്പക്കാരൻ തുടർന്നു. നിന്റെ കൊച്ചമ്മമാരിവിടെ 5 സ്റ്റാർ ജീവിതമല്ല നയിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഈ ദൃശ്യങ്ങൾ വാട്സാപ്പിലൂടെ ഞങ്ങൾക്ക് ചാന്നാരെ കാണിക്കാനേയുള്ളൂ. പക്ഷേ അയാളുടെ മോൻ വലിയ സൈബർ സെല്ലിലല്ലേ. ഞങ്ങളുടെ നമ്പർ പിന്തുടർന്ന് പിന്നാലെ വന്നാലോ? അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി. നീ ചെന്ന് നിന്റെ അംഗത്തുമാരോട് പറയണം. ഏറിയാൽ 2 നാൾ. അതും അവരുടെ ആയുസ് ചെകുത്താന്മാർ നീട്ടിക്കൊടുത്താൽ മാത്രം. അല്ലെങ്കിൽ അളിഞ്ഞ മത്സ്യങ്ങൾക്കൊപ്പം ഇവരും അഴുകിച്ചേരും. പറഞ്ഞതും അവൻ ഒറ്റത്തൊഴി മജീദിൻ്റെ വാരിയലുകൾക്കിടയിൽ. അയ്യോ, വിലപിച്ചു പോയി മജീദ്. വില്ലുപോലെ വളഞ്ഞ് അയാൾ പിന്നോട്ട് നിരങ്ങി. ആ ക്ഷണം ബോട്ട് സ്റ്റാർട്ടായി. നേരം സന്ധ്യയാകുകയാണ്. ഓളപ്പരപ്പിൽ സൂര്യൻ്റെ ചുവന്ന നിറം പിടഞ്ഞുകൊണ്ടിരുന്നു. ബോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഇരുളിൻ്റെ കരിമ്പടം കെട്ടഴിഞ്ഞു വീണു. ബോട്ടിലെ ലൈറ്റുകൾ ഒന്നും തെളിച്ചില്ല. നരച്ച ആകാശത്തിനടിയിൽ ഒരു കരിപ്പുരണ്ട ചിത്രം പോലെ ബോട്ട്. മജീദിൻ്റെ തൊണ്ട വരണ്ടു. എങ്കിലും അയാൾ അനങ്ങിയില്ല. ചെറുപ്പക്കാരുടെ ശബ്ദം വീണ്ടും കേട്ടു. ഇയാൾ വലിയ നീന്തലുകാരനാ. കെട്ടറുത്ത് കടലിലെറിഞ്ഞേര്. ഭാഗ്യമുണ്ടെങ്കിൽ നീന്തി കരയ്ക്ക് കയറട്ടെ.
അടുത്ത നിമിഷം മജീദിൻ്റെ കയ്യിലെ കെട്ട് മുറിഞ്ഞു. അയാളുടെ ശരീരം അവർ ആയാസപ്പെട്ട് ഉയർത്തി. അപ്പോൾ മജീദ് കണ്ടു, ചുറ്റും വെള്ളം മാത്രം. അവർ ചത്ത കടൽ പന്നിയെപ്പോലെ മജീദിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. വെള്ളം ഇരുവശത്തേക്ക് പിളർത്തി മജീദിൻ്റെ ശരീരം ആഴക്കടലിലേക്ക് താണു. പിറ്റേന്ന് പുലർച്ചെ മംഗലം കടലോരത്ത് അവശനിലയിൽ ജനം മജീദിനെ കണ്ടു. അവർ അയാളെ താങ്ങിയെടുത്ത് ഒരു വീടിൻ്റെ തിണ്ണയിൽ കൊണ്ടുപോയി ഇരുത്തി. സുനാമിക്ക് ശേഷം വിശ്വരൂപൻ ചാന്നാർ പണി കഴിപ്പിച്ചു കൊടുത്ത വീടുകളിൽ ഒന്നായിരുന്നു അത്. വീട്ടുകാർ മജീദിന് ചുടുകാപ്പി കൊടുത്തു. അയാൾ ആർത്തിയോടെ അത് കുടിച്ചപ്പോഴേക്കും വിവരമറിഞ്ഞ് യാക്കൂബും മണവാളിനും എത്തി. മജീദിൻ്റെ ഭാര്യയും മക്കളും എത്തി. റോഡിലും മുറ്റത്തും ജനപ്രളയം. എല്ലാവർക്കും അറിയേണ്ടത് ഒന്ന് മാത്രം, മജീദ് എവിടെയായിരുന്നു? അങ്ങത്ത് വരട്ടെ, പിന്നെ പറയാം, മജീദ് മന്ത്രിച്ചു. അടുത്ത നിമിഷം ചാന്നാരുടെ കാർ റോഡിൽ ബ്രേക്കിട്ടു. ചാന്നാരും ധ്രുവവും ചാടിയിറങ്ങി. ജനങ്ങൾ വഴിയൊഴിഞ്ഞു. അവർ മജീദിൻ്റെ അടുത്തെത്തി. അങ്ങത്തെ ഒറ്റ കരച്ചിലായിരുന്നു മജീദ്. എന്താടാ, എന്താണെങ്കിലും പറയടാ. അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചാന്നാർ കസേരയിലിരുന്നു. പറയാം. ജനം കാതു കൂർപ്പിച്ചു. നിർത്തിയും ശ്വാസം വലിച്ചുവിട്ട മജീദ് എല്ലാം പറഞ്ഞു. ചാന്നാർക്ക് ഇടിവെറ്റേറ്റതുപോലെയായി. തൻ്റെ പെങ്ങളും ഭാര്യയും നടുക്കടലിൽ. അത് സങ്കല്പിക്കാൻ പോലും അയാൾ മടിച്ചു. മജീദ് തുടർന്നു. സഹിക്കാൻ പറ്റാത്തതുപോലെ. കണ്ടാൽ ചങ്കു പൊട്ടിപ്പോകും. അത്തരത്തിലാ അവർ രണ്ടും. അവനൊക്കെ ആ ഫ്രീസറിൽ അടച്ചാൽ ഈ വിവരമൊന്നും ഇവിടെ വന്ന് പറയാൻ പോലും എനിക്ക് കഴിയുമെന്ന് തോന്നിയതല്ല. എന്നാലും പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചോണ്ട ദിക്കറിയാതെ നീന്തിയത്. തീരത്ത് എത്തിയതൊന്നും അറിഞ്ഞില്ല അങ്ങത്തെ. ചാന്നാരുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. അയാൾ തല തിരിച്ച് ധ്രുവിനെ നോക്കി. അവനൊന്നും പറഞ്ഞില്ല. ചാന്നാർ ചാടി എഴുന്നേറ്റുകൊണ്ട് ശബ്ദമുയർത്തി. യാക്കൂബേ, മണവാള, നമ്മുടെ ആളുകളെ കൂട്ടിക്കോ. നമ്മുടെ മുഴുവൻ ബോട്ടുകളും ഇറക്കണം കടലിൽ. മജീദ് പറഞ്ഞ ബോട്ട് എവിടെയുണ്ടെങ്കിലും കണ്ടെത്തണം. ഞാനും വരാം നിങ്ങളുടെ കൂടെ. ശരിയാങ്ങത്തെ. യാക്കൂബ് തിരിഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ നോക്കി. വരീൻ. ഞാനും വരാം. മജീദ് എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട, നീ വീട്ടിൽ പോയി വിശ്രമിക്കേ പറഞ്ഞിട്ട് ധൃതിയിൽ ചാന്നാർ മുറ്റത്തേക്കിറങ്ങി മുണ്ടുമടക്കി കുത്തി. 15 മിനിറ്റിനുള്ളിൽ ഉദയം ബോട്ടുകൾ 20 എണ്ണം കടലിലേക്ക് കുതിച്ചു. ബാക്കിയുള്ളവയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. മജീദിനെ അയാളുടെ വീട്ടിൽ എത്തിച്ച ശേഷം ധ്രുവ് ഉദയാസ്തമയത്തിലേക്ക് മടങ്ങി. മണിമോളുടെ മുറിയിലായിരുന്നു ക്ഷിപ്ര. അവൻ അവിടേക്ക് ചെന്നു. എവിടെ പോയിരുന്നു അച്ഛനും ഏട്ടനും? അവൾ മുഖമുയർത്തി. ധ്രുവ് കാര്യം പറഞ്ഞു. അപ്പോൾ ക്ഷിപ്ര പകുതിയിൽ നിർത്തി. അവനൊന്ന് തലയാട്ടിക്കൊണ്ട് മണിമോളുടെ അടുത്ത് കിടക്കയിലിരുന്നു. അവളുടെ മുടിയിൽ മെല്ലെ തലോടി. മോളെ. മണിമോളുടെ കണ്ണുകളൊന്നനങ്ങി. ചേട്ടാ, ക്ഷിപ്ര ആഹ്ലാദത്തോടെ വിളിച്ചു. നോക്കിക്കേ, മണിമോളെ എല്ലാം അറിയുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടോ? ധ്രുവ് ശ്രദ്ധിച്ചു. സത്യമാണ്. അവൻ അത്ഭുതപ്പെട്ടു. മോളെ. അവൻ അവളുടെ കവളത്തും പോലെയുള്ള കൈകളിലും തലോടി. പൊന്നുമോൾക്കൊന്നുമില്ല, വേഗം ഭേദമാകും കേട്ടോ. അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. ക്ഷിപ്ര അവളുടെ കണ്ണീരൊപ്പി. എനിക്ക് കുറച്ച് പണിയുണ്ട് ക്ഷിപ്രേ. ധ്രുവ പെട്ടെന്ന് എഴുന്നേറ്റു. തൻ്റെ മുറിയിൽ പോയി കൈകളിൽ ഗ്ലൗസ് ധരിച്ചു. ശേഷം പോലീസ് ലോക്ക് ചെയ്തിരുന്ന അപ്പച്ചിയുടെ മുറി തുറന്ന് ഓരോ ഇഞ്ച് സ്ഥലവും പരിശോധിക്കാൻ തുടങ്ങി. അലമാരയും മേശയുമെല്ലാം. പക്ഷേ സംശയകരമായി ഒന്നും കണ്ടില്ല. ശേഷം അവൻ സംഭവ ദിവസം അച്ഛനും ചെറിയമ്മയും ഉറങ്ങിയിരുന്ന മുറിയിലെത്തി. ഒന്നും അനക്കാതെ അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ. ധ്രുവ പരിശോധന തുടങ്ങി. മേശവലിപ്പിൽ കിടന്നിരുന്ന ഒരു സെൽഫോൺ അവന് കിട്ടി. അത് അച്ഛൻ്റെ ഫോണല്ലെന്ന് അവന് മനസ്സിലായി. ധ്രുവ് അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതിന് ബാറ്ററി ചാർജ് ഇല്ലായിരുന്നു. അവൻ അത് തുറന്നു നോക്കി. ധ്രുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അതിൽ സിം കാർഡില്ല. ആ ഫോൺ അവൻ പോക്കറ്റിലിട്ടു. വീണ്ടും തിരച്ചിൽ. അടുത്തത് മുറിയിലിരുന്ന സ്റ്റീൽ അലമാര. അതിൻ്റെ താക്കോൽ മേശവലിപ്പിലുണ്ടായിരുന്നു. ധ്രുവ് അലമാര തുറന്നു. ആദ്യം കണ്ണിൽപ്പെട്ടത് ഒരു ആമാട പെട്ടിയാണ്, പിത്തള കെട്ടിയത്. അവൻ അതെടുത്ത് കിടക്കയിൽ വെച്ചിട്ട് തുറന്നു. ചെറിയമ്മയുടെ ആഭരണങ്ങൾ. ക്ഷിപ്രയും പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഏട്ടൻ്റെ മുഖത്ത് ഒരു ഗൂഢ ലക്ഷ്യമുണ്ടല്ലോ. അവനൊന്ന് മൂളി. പിന്നെ ആഭരണങ്ങൾ വാരി കിടക്കയിലേക്ക് വെച്ചു. ക്ഷിപ്ര ഓരോന്നും എടുത്തു നോക്കി. പെട്ടെന്ന് ധ്രുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇതെന്താ? പെട്ടിയിൽ ആഭരണങ്ങൾക്കിടയിൽ ഒരു ചെറിയ കുപ്പി. അവൻ അത് ഉയർത്തി. അതിൻ്റെ പകുതിയോളം എന്തോ ഇളം ചുവപ്പുള്ള ഒരു ദ്രാവകം. ക്ഷിപ്രയും നെറ്റി ചുളിച്ച് അതിലേക്ക് തുറച്ചു നോക്കി. ധ്രുവ് കുപ്പിയുടെ അടപ്പ് തുറന്നു. അടുത്ത നിമിഷം അവിടെ ഒരു തരം ദുർഗന്ധം വ്യാപിച്ചു. ചോരയുടേതുപോലെയുള്ള ഗന്ധം. അവൻ വല്ലാതെയൊന്ന് ഞെട്ടി. ഇതെന്താ ചേട്ടാ? ക്ഷിപ്രയുടെ ചോദ്യം ശ്രദ്ധിക്കാതെ അവൻ കുപ്പി അടച്ചു മാറ്റിവെച്ചു. പൊടുന്നനെ ക്ഷിപ്ര അറിയിച്ചു. ചേട്ടാ, എനിക്കൊരു സംശയം. ചോദ്യഭാവത്തിൽ അവൻ തിരിഞ്ഞു. അവൾ ഒരു മാല ഉയർത്തിക്കാട്ടി. ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ഓർണമെൻറ്റ്സ് ആണോ എന്നൊരു സംശയം. ധ്രുവിൻ്റെ നെറ്റിയിൽ ചിലന്തിക്കാലുകൾ കണക്കെ ഞരമ്പുകൾ പിടച്ചു പൊങ്ങി. അവൻ ആഭരണങ്ങളും കുപ്പിയും പെട്ടെന്നൊരു ബാഗിലാക്കി എടുത്തു. നീ ഈ വിവരങ്ങളൊക്കെ തൽക്കാലം മനസ്സിൽ തന്നെ വച്ചാൽ മതി. അച്ഛനോട് പോലും പറയരുത്. ധ്രുവ ബംഗ്ലാവിൽ നിന്നിറങ്ങി XUV-യിൽ നേരെ പുല്ലുകുളങ്ങരയ്ക്ക് പോയി. അവൻ്റെ പരിചയക്കാരൻ്റെ സ്വർണ്ണക്കടയിലെത്തി. അവിടെ സ്വർണം പരിശോധിച്ചു. ക്ഷിപ്രയുടെ സംശയം ശരിയായിരുന്നു. എല്ലാം മുക്കുപണ്ടങ്ങൾ. കടയുടമയോട് നന്ദി പറഞ്ഞ് അവൻ നേരെ പോയത് ദീപം ഹോസ്പിറ്റലിലേക്കാണ്. ഡോക്ടർ രാജേന്ദ്ര സ്ഥലത്തുണ്ടായിരുന്നു. അയാൾ ചിരിയോടെ ധ്രുവിനെ സ്വീകരിച്ചു. കയ്യിലെ സ്റ്റിച്ചുകൾ എടുക്കണ്ടേ? അതിനും കൂടിയാ വന്നത്. എങ്കിൽ വരൂ.
ഡോക്ടർ തന്നെ അവൻ്റെ സ്റ്റിച്ച് എടുത്തു. വെട്ടുകിട്ടിയ പാട് ഒരു വര പോലെ അവശേഷിച്ചിരുന്നു. ഡോക്ടർ, അവൻ അറിയിച്ചു, എനിക്കൊരു സാധനം ലാബ് ടെസ്റ്റ് നടത്തി തരണം. അവൻ കുപ്പി അയാളെ കാണിച്ചു. ഡോക്ടർ ബസർ അമർത്തി. ലാബ് ടെക്നീഷ്യനെത്തി. ധ്രുവ കുപ്പി നൽകി. അരമണിക്കൂർ. ടെക്നീഷ്യൻ റിസൾട്ട് കൊണ്ടുവന്ന് ഡോക്ടറെ ഏൽപ്പിച്ചു. അത് വായിച്ച ഡോക്ടറുടെ നെറ്റി ചുളഞ്ഞു. ധ്രുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഡോക്ടർ രാജേന്ദ്രൻ ആ പേപ്പർ കൊടുത്തു. അത് വായിച്ചു നോക്കിയ ധ്രുവിൻ്റെ കണ്ണുകളിൽ ഞെട്ടലിൻ്റെ ഒരു മിന്നൽ പുളഞ്ഞു. ഡോക്ടർ, ഇത്? ധ്രുവ ആ റിസൾട്ടിലേക്കും ഡോക്ടർ രാജേന്ദ്രൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. യെസ്, ഡോക്ടർ തലയാട്ടി. ഇത് എന്താണെന്ന് ധ്രുവ കരുതിയത്? ഐ മീൻ പോയ്സൺ. അതെ. നോ, ഡോക്ടർ ചിരിച്ചു. ഇത് ബ്ലഡായിരുന്നു. ബ്ലഡോ? ധ്രുവിൻ്റെ ശബ്ദത്തിൽ അമ്പരപ്പ് തിങ്ങി. അത് പിന്നെ ഇങ്ങനെ പിടികിട്ടുന്നില്ല. ഡോക്ടർ കസേരയിൽ മുന്നോട്ടാഞ്ഞ് കൈമുട്ടകൾ മേശപ്പുറത്ത് തോന്നി. ശേഷം വിശദീകരിച്ചു. ബ്ലഡ് ഇങ്ങനെ ഒരു കുപ്പിയിൽ വച്ചിരുന്നാൽ ആദ്യം അത് ക്ലോട്ടാകും. പിന്നീട് പതുക്കെ ഡൈല്യൂട്ട് ആവാൻ തുടങ്ങും. ദിവസങ്ങൾ കഴിയുന്തോറും അതിൻ്റെ നിറവും മാറിക്കൊണ്ടിരിക്കും. 4-5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ചുവപ്പിൻ്റെ അടയാളമേ ഇതിലുണ്ടാവുമായിരുന്നില്ല. ധ്രുവ് കേട്ടിരുന്നു. അവന് ഇത് ആദ്യത്തെ അറിവായിരുന്നു. ഡോക്ടർ രാജേന്ദ്രൻ തുടർന്നു. എന്നാൽ ഇവിടെ വേറെയുമുണ്ട് തമാശ. ഇത് മനുഷ്യരക്തമല്ല. പിന്നെ? ധ്രുവിൻ്റെ ശ്വാസഗതിക്ക് വേഗതയേറി. ഇത് കോഴിയുടേതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പറവകളുടെ. ധ്രുവിൻ്റെ കണ്ണുകൾ വികസിച്ചു. ഇങ്ങനെയൊരു സാധനം ചെറിയമ്മയുടെ ആമാടപ്പെട്ടിയിൽ വന്നതെങ്ങനെ? ഉത്തരം കിട്ടണമെങ്കിൽ അവരെ നേരിൽ കാണേണ്ടി വരുമെന്ന് അവന് തോന്നി. ഡോക്ടറോട് യാത്ര പറഞ്ഞ് ധ്രുവ വേഗം ഇറങ്ങി. XUV-യിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കായംകുളത്ത് നിന്ന് ഹരിപ്പാടിന് പോകുന്ന KCT ബസ് മുന്നിലൂടെ പാഞ്ഞുപോയി. വിശ്വരൂപൻ ചാന്നാരും സംഘവും കടലിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നേരം സന്ധ്യയാവാറായി. ചാന്നാർ കയറിയ ബോട്ട് കായലിലൂടെ വന്ന് വീടിൻ്റെ കിഴക്കുവശത്ത് നിർത്തുകയായിരുന്നു. വല്ലാതെ തളർന്ന രൂപത്തിൽ ചാന്നാരും യാക്കൂബും മണവാളനും ഇറങ്ങി. കാത്തിരുന്ന ധ്രുവ് മുറ്റത്തെ പുൽത്തകടി മുറിച്ചു കിടന്ന അച്ഛൻ്റെ അരികിൽ ഓടിയെത്തി. സൂചന വല്ലതും കിട്ടിയോ അച്ഛാ? ഇല്ല. നിരാശ കലർന്ന ശബ്ദം. എത്താവുന്നത്രയും ഉൾക്കടൽ മുഴുവൻ ഞങ്ങൾ തിരഞ്ഞു. പക്ഷേ മജീദ് പറഞ്ഞ തരത്തിലുള്ള ഒരു ബോട്ട് ഒരിടത്തുമില്ലായിരുന്നു. അയാൾ വീടിനുള്ളിലേക്ക് നടന്നു. ധ്രുവ് യാക്കൂബിനെയും മണവാളിനെയും നോക്കി. അച്ഛൻ വല്ലാത്ത സങ്കടത്തിലാണ് അല്ലേ? ആന്ന് കൊച്ചങ്ങത്തെ, യാക്കൂബ് പറഞ്ഞു. യാത്രയിലുടനീളം ഭാരതി അമ്മാളിനെയും പത്മ കൊച്ചമ്മയെയും കുറിച്ച് വാത്തോരാതെ സംസാരിക്കുകയായിരുന്നു. ധ്രുവ് അമർത്തി മൂളി. കായലിന് മീതെ സൂര്യൻ്റെ മഞ്ഞനിറം പരന്നു വീഴുന്നത് അവൻ കണ്ടു. എനിക്ക് നിങ്ങളെയൊന്ന് കാണണം, പക്ഷേ ഇപ്പോൾ വേണ്ട. അച്ഛനറിയാതെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ധ്രുവ് ശബ്ദം താഴ്ത്തി. പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിക്കോളാം. അവർ പോയി. അരമണിക്കൂറിന് ശേഷം വിവശനായി കട്ടിലിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു വിശ്വരൂപൻ ചാന്നാർ. ധ്രുവ് ആമാടപ്പെട്ടിയുമായി അങ്ങോട്ട് ചെന്നു. ചാന്നാർ തല തിരിച്ചു നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. നീ എന്തിനാടാ പത്മത്തിൻ്റെ ആഭരണങ്ങൾ എടുത്തത്? അവളെ കുറ്റവാളിയാക്കാനുള്ള പുതിയ നീക്കമാണോ? അതെ അച്ഛാ, അവൻ സമ്മതിച്ചു. ചാന്നാർ അമ്പരപ്പോടെ എഴുന്നേറ്റിരുന്നു. ഇത് ചെറിയമ്മയുടെ ആഭരണങ്ങളാണെന്ന് അച്ഛന് ഉറപ്പാണല്ലോ. അവൻ പെട്ടി തുറന്നു. ഉറപ്പാ. ചാന്നാർക്ക് അക്കാര്യത്തിൽ സന്ദേഹമേയില്ല. ധ്രുവ് ആഭരണങ്ങൾ അച്ഛൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. എങ്കിൽ ഒരു തവണ കൂടി അച്ഛൻ വഞ്ചിക്കപ്പെട്ടു എന്നർത്ഥം. ധ്രുവ് എല്ലാം പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ അച്ഛനെ പരിശോധിക്കാം. ചാന്നാർ ശില പോലെയായി. ഇവൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പറയുന്ന കാര്യങ്ങൾ സത്യമാകരുത് എന്നായിരുന്നു ഇതുവരെയുള്ള പ്രാർത്ഥന. പക്ഷേ ചാന്നാരുടെ മുന്നിലേക്ക് അവൻ ലാബ് റിപ്പോർട്ട് കൂടി നീട്ടി. അച്ഛനിത് മനസ്സിലാക്കുമോ എന്തോ? അതെന്താടാ? അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. 5ാം ക്ലാസ് വരെ മാത്രം പഠിച്ച എനിക്ക് വിവരമില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇന്നത്തെ 5ാം ക്ലാസ് ആയിരുന്നില്ലടാ അന്നത്തേത്. പിന്നെ ഭാരതി പഠിച്ച കാര്യങ്ങൾ അതൊക്കെ അവൾ എന്നെ പഠിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അയാൾ ആ പേപ്പർ വാങ്ങി. അതല്ല അച്ഛാ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡോക്ടർ പറഞ്ഞതെല്ലാം അവൻ ചാന്നാരെ അറിയിച്ചു. അയാളുടെ ചിന്തയിൽ അനേകം ചിലന്തികൾ വല നെയ്യാൻ തുടങ്ങി. അയാൾ മകൻ്റെ മുഖത്തേക്ക് നോട്ടം കുത്തി നിർത്തി. നിന്റെ സംശയങ്ങൾ പറ. പക്ഷെ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടരുത്. ഇല്ല, ചാന്നാർ സമ്മതിച്ചു. ധ്രുവും അയാൾക്കൊപ്പം കട്ടിലിരുന്നു. നമ്മുടെ ലോക്കർ കൊള്ളയടിക്കപ്പെടുകയും ചെറിയമ്മ ചോര ഛർദ്ദിക്കുകയുമായിരുന്നല്ലോ. അതെ, അവിടെയും ഒരു നാടകം നടന്നിരുന്നു അച്ഛാ. അപ്പോഴത്തെ വെപ്രാളത്തിനിടയിൽ നമ്മളത് ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം. എങ്ങനെ? ചാന്നാർ നെറ്റി ചുളിച്ചു. ചെറിയമ്മ വിഷം ഉള്ളിൽ ചെന്നിട്ടല്ല ചോര ഛർദ്ദിച്ച് കിടന്നത്. ധ്രുവ് പല്ലമർത്തി. പിന്നെ നേരത്തെ കരുതി വെച്ചിരുന്ന കോഴിയുടെ ചോരയോ മറ്റോ ചെറിയമ്മ വായിൽ ഒഴിക്കുകയായിരുന്നു. അതെന്തിന്? ചാന്നാർ റിമോട്ട് എടുത്ത് AC കൂട്ടിവെച്ചു. അയാളുടെ ഉള്ളിൽ ഒരു തിരമാല ഇരമ്പി. ധ്രുവ വിശദീകരിച്ചു. നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ. കളവിൽ ചെറിയമ്മയ്ക്ക് പങ്കില്ലെന്ന് ബോധ്യപ്പെടുത്താൻ. മറ്റുള്ളവരെ പോലെ അവരുടെ ഉള്ളിലും വിഷം ചെന്നെന്ന് തോന്നിപ്പിക്കാൻ. ഞാൻ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ജോലിക്കാരി അശ്വതി എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അച്ഛാ. 2 ഭാസ്കരൻ ചെറിയമ്മയുടെ കയ്യിൽ എന്തോ കൊടുത്തെന്ന്. അത് ഈ ചോരയായിരിക്കണം. പിറ്റേന്നത്തെ പാർട്ടിക്ക് ഇവിടെ കോഴിയെ കൊല്ലുകയും ചെയ്തല്ലോ. AC-യുടെ തണുപ്പിലും ചാന്നാർ വിയർപ്പിൽ മുങ്ങി. അപ്പോൾ പത്മം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നീ ഉറപ്പിച്ചു? തീർച്ചയായും. കൂടെ മറ്റൊരു തെളിവ് കൂടി കാണിക്കാം. ധ്രുവ് പോക്കറ്റിൽ നിന്ന് നേരത്തെ കിട്ടിയ ഫോൺ എടുത്തു. ഇത് ചെറിയമ്മയുടേതാണോ? ചാന്നാർ അത് വാങ്ങി നോക്കി. അതേന്ന് തോന്നുന്നു. ഇതിൽ SIM കാർഡ് ഇല്ലായിരുന്നു, ബാറ്ററി ചാർജും. ഞാൻ ചാർജ് ചെയ്ത ശേഷം പരിശോധിച്ചു. ഫോൺ മെമ്മറിയിൽ കുറേ നമ്പറുകൾ ശേഷിച്ചിട്ടുണ്ട്.
ധ്രുവ അവ ചാന്നാരെ കാണിച്ചു. അയാൾക്ക് വിശ്വസിക്കാനായില്ല. ദേവസേനാപതി ശ്രീനിവാസൻ, അലക്സ് ബെഞ്ചമിൻ. അയാൾ പിറുപിറുത്തു. ചെറിയമ്മ എന്തിനാണച്ചാ ഈ നമ്പറുകൾ സൂക്ഷിക്കുന്നത്? ചാന്നാർ മറുപടി പറയും മുമ്പ് അയാളുടെ ഫോൺ ഇരമ്പി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പർ കണ്ടപ്പോൾ അയാളുടെ മുഖം മുറുക്കുന്നത് ധ്രുവ ശ്രദ്ധിച്ചു. ഇത് അവനാണ്. പല്ലമർത്തിക്കൊണ്ട് ചാന്നാർ ഫോൺ ലൗഡ് സ്പീക്കർ മോഡിലാക്കി. ഹലോ, ഇന്ന് കടലിൽ ഒരുപാട് അലഞ്ഞു അല്ലേ? അപ്പുറത്ത് നിന്ന പരിഹാസം നിറഞ്ഞ ശബ്ദം. ധ്രുവ കാതു കൂർപ്പിച്ചു. അങ്ങനെയൊന്നും ഞങ്ങളുടെ പിടിയിലുള്ളവരെ കിട്ടത്തില്ല ചാന്നാരെ. സ്രാവ് മജീദ് വിവരങ്ങൾ പറഞ്ഞില്ലേ? ഇനി ഒറ്റ ചോദ്യം മാത്രം. അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് ജീവനോടെ വേണോ അതോ ശവം മതിയോ? ചാന്നാർ ഒന്ന് കിടുങ്ങി. അവർക്കൊന്നും സംഭവിക്കരുത്. ശരി, സമ്മതിച്ചു. പക്ഷെ അതിന് നിങ്ങൾ കനത്ത വില തരേണ്ടി വരും. 5 കോടി. 5 കോടിയോ? ചാന്നാരുടെ കണ്ണു തള്ളി. അതിനെന്തിനാ താൻ അമ്പരക്കുന്നത്? ഈ പണമൊന്നും തൻ്റേതല്ലല്ലോ. ഭൂരിഭാഗവും അമ്മാളുടേതാണ്. ആ നിലയ്ക്ക് അവരുടെ പ്രാണിനു വേണ്ടി അത് മുടക്കുന്നതിൽ എന്താ തെറ്റ്? എടാ, ചാന്നാരുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അപ്പുറത്തു നിന്ന് അടക്കിയ ചിരി കേട്ടു. അലറിയിട്ടൊന്നും കാര്യമില്ല വിശ്രൂപ. സാധാരണ കിഡ്നാപ്പേഴ്സ് പറയുന്നത് പോലെയൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പോലീസിൽ അറിയിക്കാം. ഞങ്ങളുടെ ഡിമാൻഡ് പറയുകയും പോലീസിനൊപ്പം കൂട്ടുകയും ചെയ്യാം. ഒരു വിരോധവുമില്ല. ആ വാക്കുകളിൽ നിന്ന് തന്നെ ചാന്നാർക്ക് അപകടം മണത്തു. താൻ പോലീസുമായി ചെന്നാൽ അവർ പത്മത്തെയും ഭാരതിയെയും കൊല്ലും. എന്താ മിണ്ടാത്തത്? അപ്പുറത്തു നിന്ന് വീണ്ടും ശബ്ദം. തീരുമാനം ഉടൻ വേണം. 2 ജീവനോ 2 ശവമോ ഞങ്ങൾ മടക്കി തരേണ്ടത്? ഞാൻ പണം തരാം. ചാന്നാർക്ക് ചിന്തിക്കാനില്ലായിരുന്നു. എവിടെ കൊണ്ടുവരണം? അതൊക്കെ പിന്നെ പറയാം. നാളെ തന്നെ പണം എടുത്തു വയ്ക്കുക. പിന്നെ നിങ്ങളുടെ സകല കാറുകളിലും എല്ലാ ബോട്ടുകളിലും ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചേക്കണം. ഫോൺ കട്ടായി. ചാന്നാർ മകനെ നോക്കി. നിന്റെ അഭിപ്രായം എന്താ? നമ്മൾ പോലീസിൽ വിവരമറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. വേണ്ട, ചാന്നാർ എതിർത്തു. ഇനി പത്മത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഭാരതിയെ എനിക്ക് ജീവനോടെ വേണം. എങ്കിൽ ഈ ഓപ്പറേഷൻ ഞാൻ പറയുന്നത് പോലെയായിരിക്കണം. ചാന്നാർ മകൻ്റെ മൂത്തേക്ക് കണ്ണുകൾ നട്ടു. ശേഷം സമ്മതിച്ചു. അപ്പോൾ പെട്ടെന്ന് അവൻ തിരക്കി. ഈ ദേവസേനാപതിക്കും ശ്രീനിവാസൻ അങ്കിളിനും ഇൻസ്പെക്ടർ അലക്സ് ബെഞ്ചമിനും കൂടി ഇതിൽ പങ്കുണ്ടായി കൂടെ അച്ഛാ? സംശയത്തിൻ്റെ ഒരു തീപ്പൊരി ചാന്നാരുടെ മനസ്സിലേക്കും പറന്നു വീണു. ആ നേരത്ത് ദേവസേനാപതിയും ശ്രീനിവാസനും കൂടി ഒരു യാത്രയിലായിരുന്നു വഴിക്കടവിന്. നിലമ്പൂർ തേക്ക് മ്യൂസിയം പിന്നിട്ട് ബെൻസ് കാർ ഓടിക്കൊണ്ടിരുന്നു. പിൻസീറ്റിൽ ചാരി കിടക്കുകയാണ് ഇരുവരും. അപ്പോൾ ശ്രീനിവാസിൻ്റെ ഫോണിലേക്ക് ഒരു കാൾ വന്നു. അയാൾ 2 മിനിറ്റ് നേരം സംസാരിച്ചു. പിന്നെ ഫോൺ സീറ്റിലേക്ക് ഇട്ടിട്ട് സേനാപതിക്ക് നേരെ തിരിഞ്ഞു. ആ ചെറുക്കനുണ്ടല്ലോ ധ്രുവ്, അവൻ നമുക്ക് പണിയുണ്ടാക്കുന്ന ലക്ഷണമാണ്. ചോദ്യഭാവത്തിൽ സേനാപതി തലയിളക്കി. അപ്പനേക്കാൾ ശക്തനാകാനുള്ള ശ്രമത്തിലവൻ. ഉദയാസ്തമയത്തിൽ നടന്ന കൊള്ളയെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും അവൻ തൻ്റേതായ രൂപത്തിൽ അന്വേഷണം തുടങ്ങി. DYSP ചന്ദ്രസേനനെ വിളിച്ചത് നമ്മളൊന്ന് സൂക്ഷിക്കണമെന്ന്. കോപ്പ്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൂറ്റൻ തേക്കുമരത്തിലായിരുന്നു സേനാപതിയുടെ കണ്ണ്. തീർക്കണം എന്നുറപ്പിച്ചാൽ നമ്മളത് ചെയ്തിരിക്കും. പണ്ടു മുതൽ അങ്ങനെയല്ലേ? ശബ്ദം താഴ്ത്തിക്കൊണ്ട് അയാൾ ശ്രീനിവാസിൻ്റെ കൈപ്പിടിച്ചമർത്തി. 15-16 വയസ്സുള്ളപ്പോഴല്ലേ ചാന്നാരുടെ അപ്പൻ്റെ നെഞ്ചത്ത് നമ്മൾ കത്തിക്കയറ്റിയത്? നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി. ശ്രീനിവാസൻ ഡ്രൈവറെ നോക്കി. റോഡിൽ തന്നെയാണ് അവൻ്റെ ശ്രദ്ധ. അക്കാര്യത്തിൽ സേനാപതി, നിന്നെ ഞാൻ നമിക്കുകയാണ്. ഇപ്പോഴും നീ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ്റെ അപ്പൂപ്പൻ ചന്ദ്രപ്പൻ ചാന്നാർ മെമ്പറായേനെ. പിന്നെ അങ്ങോട്ട് വളർന്ന് പന്തലിച്ചേനെ. ശ്രീനിവാസൻ കയ്യുയർത്തി മണത്തു നോക്കി. ചന്ദ്രപ്പൻ ചാന്നാരുടെ ചോരയുടെ മണം ഇപ്പോഴും കയ്യിലുണ്ടെന്നൊരു തോന്നൽ. 2 കുത്താ കൊടുത്തത് അയാളുടെ നെഞ്ചിൽ. പിന്നെ കത്തിയൊരു തിരിപ്പ്. ഹോ! കോരിത്തരിക്കുന്ന ഒരു ഭാവം ശ്രീനിവാസിൻ്റെ മുഖത്തുണ്ടായി. ഞാനല്ലേ അയാളെ വട്ടം പിടിച്ചു തന്നത്? അന്നേരത്തെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. മോനെ സേനാപതി, എന്നെ വിടടാ, കൊല്ലല്ലേടാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളടാ എന്ന് സേനാപതി ചിരിച്ചു. ശ്രീനിവാസനും അതിൽ പങ്കുചേർന്നു. പന്നൻ. സേനാപതി തുടർന്നു. ഭാരതി അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും ഞാൻ വിശ്വരൂപൻ്റെ അടുത്ത് ചെന്നതാ. എല്ലാ വിവരങ്ങളും മറന്ന് ഒന്നിക്കാമെന്ന്. ഭാരതിയെ എനിക്ക് കല്യാണം ചെയ്തു തരണമെന്ന്. അന്നെന്താണെന്ന് ആരും പറഞ്ഞത്? കള്ളു കച്ചവടക്കാരന് പെണ്ണ് തരത്തില്ലെന്ന്. സേനാപതിയുടെ കണ്ണുകൾ ചുവന്നു. അന്നേ ഞാൻ മനസ്സിൽ കരുതി വെച്ചത് അവൻ്റെ അന്ത്യം. ഭാരതിയോട് പണ്ടു മുതൽക്കുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രം അവനെ കൊല്ലാതെ വിട്ടു. പക്ഷേ ഇനി അതില്ല. അവനെയും അവൻ്റെ മകനെയും തീർത്തിരിക്കും ഒരാഴ്ചക്കുള്ളിൽ. നീ നോക്കിക്കോ ശ്രീനിവാസ. അതിനുള്ള എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഞാൻ. വളവുകളും തിരിവുകളും പിന്നിട്ട് കാർ പാഞ്ഞുകൊണ്ടിരുന്നു. അവസാനം കാർ ചുങ്കത്തറയിലെത്തി. ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ബേക്കറിക്ക് മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ കാത്തു നിന്നിരുന്നു. കാർ അവിടെ നിന്നു. അവൻ വന്ന് മുൻസീറ്റിൽ കയറിയിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. കാർ വഴിക്കടവ് ഭാഗത്തേക്ക് പാഞ്ഞു. കാറിൽ കയറിയത് അവനായിരുന്നു. രശ്മിയുടെ ശവദാഹ സമയത്ത് ധ്രുവ് ശ്രദ്ധിച്ച ചെറുപ്പക്കാരൻ. ആശുപത്രിയിൽ പത്മത്തെ കൊല്ലാൻ വന്നവൻ. പിന്നെ പത്മത്തെയും ഭാരതിയെയും ബന്ധനത്തിലാക്കിയ ബോട്ടിൽ വെച്ച് സ്രാവ് മജീദ് കണ്ടവൻ. ടൗൺ പിന്നിട്ടപ്പോൾ സേനാപതി ചുണ്ടനക്കി. നകുൽ, നീ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, അവൻ മന്ത്രിച്ചു. കാറിനുള്ളിൽ വീണ്ടും മൗനം തിങ്ങി.
പുലർച്ചെ 5 മണി. ഫോൺ ബെൽ കേട്ടാണ് ധ്രുവ് ഉണർന്നത്. അവൻ കഴുത്തിൽ നിന്ന് പുതപ്പ് താഴേക്ക് നീക്കി കൈകൾ പുറത്തെടുത്തു. റിമോട്ട് എടുത്ത് AC ഓഫ് ചെയ്തു. കിടക്കയിൽ തന്നെ ഇട്ടിരുന്ന ഫോൺ എടുത്തു നോക്കി. ആ നമ്പർ. തന്നെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ച യുവതിയുടെ. ധ്രുവിൻ്റെ ഉറക്കം പെട്ടെന്ന് പോയി. ഫോൺ കാതോട് അമർത്തിക്കൊണ്ട് അവൻ തിടുക്കത്തിൽ എഴുന്നേറ്റു. ഹലോ. ഞാൻ ഉറക്കം തടസ്സപ്പെടുത്തി അല്ലേ? മനസ്സിനെ മഞ്ഞുകൊണ്ട് തുളയ്ക്കുന്നത് പോലെയുള്ള പെൺശബ്ദം. ഏയ്. അവൻ മൊബൈലിൽ സമയം നോക്കി. ഈ വിളി വന്നില്ലെങ്കിലും ഞാൻ അരമണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റേനെ. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിക്കാത്തതെന്താ? അപ്പുറത്തൊരു മൗനം മാത്രം. തുടർന്ന് ശബ്ദം കേട്ടു. ഇടയ്ക്ക് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ. എന്തു പറ്റി? അതൊക്കെ പറയാം. ഇപ്പോൾ തനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയുമോ? നമുക്ക് നേരിൽ കാണാം. ഞാൻ വരാം. ധ്രുവിന് ഉത്സാഹമായി. എന്തോ ആ ശബ്ദത്തിൻ്റെ ഉടമയെ ഒന്ന് കാണണമെന്ന് അവനും ഒരാഗ്രഹം. എവിടെ കാണും? പരുമല പള്ളിക്ക് മുന്നിൽ എത്തണം. ഓക്കെ, 3/4 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ ഉണ്ടാകും. ശരി. കാൾ മുറിഞ്ഞു. അവളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് ധ്രുവ് ഓർത്തു. പിന്നെ ചിന്തിച്ചു, അവിടെ എത്തിയിട്ട് ഫോൺ വിളിക്കാം. 15 മിനിറ്റിനുള്ളിൽ അവൻ തയ്യാറായി. ഒരിടം വരെ പോകുന്നുവെന്ന് ക്ഷിപ്രയോട് മാത്രം പറഞ്ഞിട്ടിറങ്ങി. രാവിലെ ആയതിനാൽ റോഡിൽ തിരക്ക് കുറവായിരുന്നു. നങ്ങ്യാർകുളങ്ങര തട്ടാരമ്പലം വഴി കാർ മാവേലിക്കരയിലെത്തി. അവിടെ നിന്ന് ഇടത്തേക്ക്. 30 മിനിറ്റിൽ മാന്നാർ. ട്രാഫിക് ഐലൻഡിക്കരയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു. കഷ്ടിച്ച് 1 കിലോമീറ്റർ. കാർ വലത്തേക്ക് പള്ളി അങ്കണത്തിലേക്ക്. ഞായറാഴ്ചയായതിനാൽ പള്ളിയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. പള്ളിക്കും അരമനയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്തോടടുപ്പിച്ച് ധ്രുവ് കാർ നിർത്തി. പുറത്തിറങ്ങി ചുറ്റും നോക്കി. പള്ളിയിലേക്ക് ആളുകൾ കയറിപ്പോകുന്നത് കണ്ടു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. അവൻ ശ്രദ്ധിച്ചു. അവളുടെ നമ്പർ. വെളുത്ത XUVക്ക് അടുത്ത് നിൽക്കുന്ന ആളാണോ ധ്രുവ്? അതെ. പറയുന്നതിനിടയിൽ അവൻ വീണ്ടും ശ്രദ്ധിച്ചു. പ്രതീക്ഷിക്കുന്നത് പോലെ ഒരാളിനെ കാണുന്നില്ല. അടുത്ത നിമിഷം പിന്നിൽ നിന്നാരോ അവൻ്റെ തോളിൽ തൊട്ടു. സ്പോഞ്ച് കൊണ്ടുള്ള ഒരു സ്പർശം പോലെ. ധ്രുവ് തിരിഞ്ഞു. നിർദീപം പോലൊരു പെണ്ണ്. അവന് അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റാനേ കഴിഞ്ഞില്ല. 5.5 അടി ഉയരം കാണും. പനിനീർപ്പം ചാമ്പയ്ക്കയുടെ നിറം. വെളുത്ത ഡയമണ്ട്സ് പതിച്ച സ്റ്റഡ്സും ഒരു വെള്ള ഡയമണ്ട് മാലയും. അതേ തിളക്കമുള്ള കണ്ണുകൾ. മാതളങ്ങ നാരങ്ങയുടെ അല്ലികൾ പോലെയുള്ള ചുണ്ടുകൾ. വെളുത്ത ലെഗിൻസും കറുപ്പിൽ പൂക്കളുള്ള ടോപ്പും വെള്ള ഷാളും വേഷം. ഏയ്, എന്തെങ്ങനെ നോക്കുന്നത്? അവളുടെ ചുണ്ടുകൾ അനങ്ങിയപ്പോൾ കണ്ടു മുല്ലപ്പൂവിതൾ പോലെയുള്ള പല്ലുകൾ. പമ്പാ നദിയിൽ നിന്ന് വീശിവന്ന കാറ്റിൽ അവളുടെ സ്ട്രെയിറ്റ് ചെയ്ത മുടിയിഴകൾ ഇളകി. ധ്രുവ് ശരിക്കും പതറിപ്പോയി. എനിക്ക് മനസ്സിലായില്ല. പരിചയപ്പെടാനാണല്ലോ നമ്മൾ വന്നത്. വീണ്ടും ചിരി. പക്ഷേ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോട്ടോയിൽ പാൻസും ഉടുപ്പും തൊപ്പിയും വെച്ച ഒരു 10 വയസ്സുകാരൻ്റെ രൂപത്തിൽ. ധ്രുവിനൊന്നും മനസ്സിലായില്ല. അതെങ്ങനെ എൻ്റെ ഫോട്ടോ? പറയാം, നമുക്ക് അങ്ങോട്ട് നടക്കാം. അവൾ ചുറ്റുമൊന്ന് നോക്കി. ശരി. അവനോട് ചേർന്ന് സെൽഫോൺ പതുക്കെ കൈവെള്ളയിൽ അടിച്ചുകൊണ്ട് അവൾ മെല്ലെ നടന്നു. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ധ്രുവ് തിരക്കി. അവളിൽ നിന്ന് ഏതോ പെർഫ്യൂമിൻ്റെ സുഖകരമായ ഗന്ധം പടരുന്നുണ്ടായിരുന്നു. എനിക്കല്ല, എൻ്റെ അമ്മയ്ക്കാണ് ധ്രുവിനെ പ്രധാനമായും കാണേണ്ടത്. അമ്മ? അവൻ മുഖം തിരിച്ച് അവളെ നോക്കി. അതെ. ധ്രുവ്, ഒരു മേരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മേരി? അമേരിക്കയിലുള്ള? അവൻ പെട്ടെന്ന് ചോദിച്ചു. അതെ, ഞാൻ മേരിയുടെ മകളാ, ഫെമിന. ഫെമിന? അവൻ ആ പേര് മനസ്സിലുരുവിട്ടു. മേരി ആൻറ്റി എവിടെയുണ്ട്? അവൻ്റെ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകുവാൻ ഭാവിക്കുകയായിരുന്നു. അടുത്ത നിമിഷം ഒരു കറുത്ത ഡസ്റ്റൺ വാൻ പള്ളിമുറ്റത്തു കൂടി വെട്ടിത്തിരിഞ്ഞു വന്നു. അവർക്കിരുവർക്കും നേർക്ക്. ഫെമിന! അറിയാതെ ധ്രുവിൻ്റെ ഒച്ചയുയർന്നു. അവളുടെ കൈപിടിച്ച് തന്നിലേക്ക് വലിച്ചുകൊണ്ട് അവൻ ഒരു വശത്തേക്ക് ചാടി. അപ്രതീക്ഷിതമായ ചാട്ടമായതിനാൽ ധ്രുവും ഫെമിനയും വേച്ചുപോയി. തറയോട് പാകിയ മുറ്റത്തേക്ക് ഇരുവരും ചെരിഞ്ഞു വീണു. ആദ്യം ധ്രുവും അവന് മുകളിലായി ഫെമിനയും. പാഞ്ഞെത്തിയ ഡസ്റ്റർ വാൻ അവരെ മുട്ടി ഇല്ല എന്ന ഭാവത്തിൽ അല്പദൂരം മുന്നോട്ട് പോയ ശേഷം സഡൻ ബ്രേക്കിട്ട് റിവേഴ്സിൽ വന്ന് വീണ്ടും അവർക്ക് നേരെ. അപകടം. ചില പരസ്യങ്ങളിൽ കാണുന്നത് പോലെ അവയുടെ കട്ടി ടയറുകൾ പുളഞ്ഞു തിരിഞ്ഞു വരുന്നത് മിന്നായം പോലെ ധ്രുവ് കണ്ടു. ഫെമിനെ! അലറി വിളിച്ചുകൊണ്ട് ധ്രുവ് ചാടി എഴുന്നേറ്റു. അവളെ വലിച്ചു മാറ്റി. അവളിൽ നിന്നും അവ്യക്തമായൊരു വിലാപമായിരുന്നു. ധ്രുവ്! തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു കാറിന് പിന്നിലേക്കാണ് ഇത്തവണ അവർ ഇരുവരും നീങ്ങിയത്. എന്നാൽ ഡസ്റ്ററിൻ്റെ പിൻഭാഗം അവിടേക്ക് തിരിഞ്ഞു വന്നു. വല്ലാത്തൊരു ഇരമ്പലോടെ. അടുത്ത നിമിഷം തറയിൽ നിന്ന് മുളച്ച് പൊങ്ങിയതുപോലൊരു ചുവന്ന സ്കോർപിയോ ചീറിയെത്തി. അത് അവർക്കും ഡസ്റ്റർ വാനിനുമിടയിൽ ഒരു മതിൽ പോലെ വിലങ്ങി. ഇരുവാഹനങ്ങളും ബ്രേക്കിട്ടു. സ്കോർപിയോയുടെ 3 ഡോറുകൾ ഒരേ നിമിഷം തുറക്കപ്പെട്ടു. അതിൽ നിന്ന് കറുത്ത പാൻറ്റും ഷർട്ടും ധരിച്ച 3 പേർ ചാടിയിറങ്ങി. കമാൻഡോകളെ പോലെയായിരുന്നു അവർ. ഒരാളുടെ കയ്യിൽ പിസ്റ്റൾ, മറ്റു 2 പേരുടെയും കൈകളിൽ സ്റ്റീൽ ബാറുകൾ. അവർ ഡസ്റ്റർ വാനിന് നേരെ കുതിച്ചു, ആക്രോശിച്ചുകൊണ്ട്. അവരെ കണ്ടതും ഡസ്റ്റർ വാൻ എടുത്ത് ചാടുപോലെ മുന്നോട്ട് പാഞ്ഞു. പള്ളിമുറ്റത്ത് അത് അർദ്ധവൃത്താകൃതിയിൽ തിരിഞ്ഞു. തുടർന്ന് മിന്നൽ വേഗത്തിൽ റോഡിലേക്ക് പോയി. ജീസസ്! ഫെമിന പള്ളിക്ക് നേരെ നോക്കി കുരിശു വരച്ചു. ആദ്യത്തെ അമ്പരപ്പിൽ നിന്നും മോചിതനായതേയുള്ളൂ ധ്രുവ്. അവൻ അവളെ തുറച്ചു നോക്കി. ഫെമിന, എന്താ ഇതൊക്കെ? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. വ്യക്തമായ ഉത്തരമില്ലാത്ത ചോദ്യമാ ധ്രുവ് ഇത്. പിന്നെ താൻ എന്നെ ഒന്ന് വിട്ടാൽ ഉപകാരമായിരുന്നു. ധ്രുവ് വിളറിപ്പോയി. താൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നെന്ന് അപ്പോഴാണ് അവൻ ഓർത്തത്. സോറി ഫെമിന. ആ സംഭവത്തിനിടയിൽ
അവൻ പെട്ടെന്ന് പിടിവിട്ടു. ആൾ റൈറ്റ്. ആ നേരത്തെ ധ്രുവ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ആ വണ്ടിക്കടിയിൽ ചതഞ്ഞറിഞ്ഞേനെ. അവളുടെ ശ്വാസഗതി അപ്പോഴും കുറഞ്ഞിരുന്നില്ല. താങ്ക് യു ധ്രുവ്, എൻ്റെ ജീവൻ രക്ഷിച്ചതിന്. അവൾ കർച്ചീഫെടുത്ത് വിയർപ്പൊപ്പി. ഏയ്, അവൻ തുറന്നു പറഞ്ഞു. അങ്ങനെ രക്ഷിച്ചതൊന്നുമല്ല കേട്ടോ. ആ വണ്ടിയുടെ വരവിൽ അപകടം തോന്നിയപ്പോൾ പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിനിടയിൽ അങ്ങനെ നടന്നു പോയതാണ്. അതെയോ? അവൾ അത്ഭുതം ഭാവിച്ചു. ഞാൻ കരുതി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സമയോചിതമായ ഇടപെടലാണെന്ന്. അവളുടെ സംസാരത്തിൽ അതുവരെ തോന്നിയിരുന്ന ടെൻഷൻ പെട്ടെന്ന് മായത് ധ്രുവ അറിഞ്ഞു. അവൻ മുന്നിൽ കിടക്കുന്ന ചുവന്ന സ്കോർപ്പിയോയിലേക്ക് നോക്കി. ഇതിലാരാ വന്നത് തക്ക നേരത്ത്? എൻ്റെ ആളുകൾ, ഐ മീൻ ബോഡിഗാർഡ്സ്. ബോഡിഗാർഡ്സോ? ധ്രുവ മിഴിച്ചു നിന്നു. അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പോലും പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശമ്പളം കൊടുത്ത് ആളിനെ വയ്ക്കേണ്ട അവസ്ഥയാണ്. ധ്രുവ് തല കുടഞ്ഞു. ഫെമിന, നീ എനിക്കൊരു അത്ഭുതമായി മാറുകയാണ്. മേരി ആൻറ്റിയുടെ മകളാണെന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. തണുത്ത കാറ്റിൽ ഇളകിയ മുടിനാരുകൾ അവൾ പിന്നിലേക്ക് ഒതുക്കി. പൊരുത്തപ്പെടാൻ കാലതാമസമെടുക്കും ധ്രുവ്. താനൊന്ന് ചിന്തിച്ചു നോക്ക്. തൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായുണ്ടായ സംഭവങ്ങൾ, അതിനോടൊക്കെ പൊരുത്തപ്പെടാൻ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവൻ്റെ കണ്ണുകൾ വികസിച്ചു. അതൊക്കെ ഫെമിന എങ്ങനെ അറിഞ്ഞു? പത്രങ്ങളിലും ചാനലുകളും നിറഞ്ഞു നിൽക്കുമായിരുന്നല്ലോ എല്ലാം. അവൾ ബാക്കി പറയും മുമ്പ് അവളുടെ അംഗരക്ഷകർ മുന്നിലെത്തി. മാഡം, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഓക്കെ. അവൾ ധ്രുവിന് നേരെ തിരിഞ്ഞു. സോറി ധ്രുവ്, പറയണമെന്ന് വിചാരിച്ചു വന്നതൊന്നും പറയാൻ കഴിഞ്ഞില്ല. ശത്രുക്കൾ എൻ്റെ പിന്നാലെയുണ്ടെന്ന് മനസ്സിലായല്ലോ. എൻ്റെ മാത്രമല്ല, മമ്മിയുടെയും. മമ്മിക്ക് നേരെ ഒരൊറ്റക്കുണ്ടായിട്ട് 1 മാസം തികച്ചായിട്ടില്ല. കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേയുള്ളൂ. അതിനുശേഷമാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. പോലീസിൽ പരാതി നൽകിക്കൂടായിരുന്നോ? ധ്രുവ് തിരക്കി. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ശത്രുക്കൾക്ക് വീര്യം കൂടിയത്. എവിടെ നിന്നും ഞങ്ങളെ ലക്ഷ്യം വെച്ച് ബുള്ളറ്റ് മൂളിപ്പറന്ന് വരാവുന്ന അവസ്ഥ. അതുകൊണ്ട് തൽക്കാലം എനിക്ക് പോയേ പറ്റൂ. പക്ഷേ വൈകാതെ നമ്മൾ തമ്മിൽ കാണും. കണ്ടേ പറ്റൂ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. പോട്ടെ. 2 അടി നീങ്ങിയിട്ട് അവൾ തിരിഞ്ഞു നിന്നു. പിന്നെ ഇവിടുത്തെ ഈ കൂടിക്കാഴ്ച തൽക്കാലം ഇതൊന്നും വിശ്വരൂപൻ അങ്കിൾ അറിയണ്ട. മമ്മിയെ ഈ നിലയിൽ എത്തിച്ച അങ്കിളിനെ എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്. ഒരിക്കൽ ഞാൻ വരും, മമ്മിയെയും കൂട്ടി. അതുവരെ എല്ലാം രഹസ്യമായിരിക്കട്ടെ. ഫെമിന സ്കോർപ്പിയോയിൽ ഡ്രൈവറുടെ ഇടതുഭാഗത്തെ സീറ്റിൽ കയറി. ഒപ്പം അംഗരക്ഷകരും. വണ്ടി സ്റ്റാർട്ടായി പള്ളിയുടെ പ്രധാന വാതിൽ നേരെ ചെന്നു നിന്നു. അകത്തുനിന്ന് വെളുത്ത സാരിയുടെ അഗ്രം തലയിലൂടെ വലിച്ചിട്ട് ഒരു സ്ത്രീ വന്ന് വണ്ടിയിൽ കയറുന്നതാവും കണ്ടു. മേരി ആൻറ്റി. ധ്രുവ മന്ത്രിച്ചു. നിമിഷത്തിനുള്ളിൽ സ്കോർപ്പിയോ പള്ളിമുറ്റത്തു നിന്ന് റോഡിലേക്ക് ഇറങ്ങി ചെങ്ങന്നൂർ ഭാഗത്തേക്ക് മറഞ്ഞു. വിചിത്രമായൊരു സ്വപ്നത്തിൽ നിന്നുണർന്ന അനുഭവമായിരുന്നു ധ്രുവിന് അപ്പോഴും. മേരി ആൻറ്റിയും ഫെമിനയും. ഒരുപാട് ദുരൂഹതകളുടെ ഉത്തരങ്ങളാണ് അവരെന്ന് അവന് തോന്നി. എന്തായിരിക്കും ഫെമിനയ്ക്ക് പ്രധാനമായും തന്നോട് പറയാനുണ്ടായിരുന്നത്? അവളെ വേട്ടയാടുന്നവർ ആരാണ്? അച്ഛനോട് ഒന്നും പറയേണ്ടെന്ന് അവൾ പറഞ്ഞതിൻ്റെ കാരണമെന്ത്? അടുക്കി വെച്ച ചോദ്യങ്ങൾ മനസ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ XUVയിൽ കയറി. അപ്പോൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം തീർക്കുന്ന പള്ളിമണിയൊച്ച ഉയർന്നു തുടങ്ങിയിരുന്നു. വലിയ അഴീക്കൽ. ധ്രുവ മടങ്ങിയെത്തുമ്പോൾ വിശ്വരൂപൻ ചാന്നാർ പത്രം വായിച്ചുകൊണ്ട് സിറ്റൗട്ടിലുണ്ടായിരുന്നു. അവൻ സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ അയാൾ മുഖമുയർത്തി. ഇത്ര രാവിലെ നീ എവിടെ പോയി? എന്ത് പറയണം? ധ്രുവ് ഒരു നിമിഷം ചിന്തിച്ചു. ശേഷം അറിയിച്ചു. ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ. ചാന്നാർ തലയാട്ടി. നീ പറഞ്ഞത് കള്ളമാണെങ്കിലും ഞാൻ വിശ്വസിക്കാം. കാരണം നിന്റെ നെറ്റിയിൽ കളപ്പക്കുറിയില്ല. നീ പാൻ്റാണ് ധരിച്ചിരിക്കുന്നതും. മാത്രമല്ല, ക്ഷേത്രത്തിൽ പോകുന്ന ശീലം നിനക്കില്ല താനും. രാവിലെ ഒരടി കിട്ടിയതുപോലെ ധ്രുവ പിളർന്നു നിന്നു. ചാന്നാർ പറഞ്ഞു. ചമ്മണ്ട. കള്ളം പറയുമ്പോൾ അത് കുറെ കൂടി വിശ്വസിക്കത്തക്ക രൂപത്തിൽ ആക്കുവാൻ നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. സോറി അച്ഛാ. അവനകത്തേക്ക് രക്ഷപ്പെടാനാഞ്ഞു. പെട്ടെന്ന് ചാന്നാർ തിരക്കി. നിന്റെ അന്വേഷണം എവിടെ വരെയായി? അവർക്ക് പണം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള പ്ലാനൊക്കെ തയ്യാറാക്കിയോ? ഇല്ല അച്ഛാ. അവർ വിളിച്ച് സ്പോട്ട് എവിടെയെന്ന് അറിയിച്ചിട്ട് വേണം പ്ലാൻ ഉണ്ടാക്കാൻ. ചാന്നാർ കടുപ്പിച്ചു മൂളി. ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് നാളെയേ നമുക്ക് പണം എടുക്കാൻ കഴിയൂ എന്ന് അവർക്കറിയാം. അതിനാൽ നാളെ ഉച്ച കഴിഞ്ഞ് അവർ വിളിച്ചേക്കും. നമുക്ക് കാത്തിരിക്കാം. അകത്തേക്ക് കാൽ വെച്ചിട്ട് ധ്രുവ തിരിഞ്ഞു. അച്ഛാ, എൻ്റെ ചെറുപ്പത്തിലെടുത്ത ഫോട്ടോ വല്ലതുമുണ്ടോ? ചാന്നാർ അത്ഭുതപ്പെട്ടു. ഇതെന്താടാ ഇപ്പോൾ അങ്ങനെയൊരു ചോദ്യം? കഴിഞ്ഞ ദിവസം അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പകാലമൊക്കെ പറഞ്ഞില്ലേ, സ്കൂളിൽ പഠിച്ചതും മറ്റും. അന്ന് ഞാൻ എങ്ങനെയായിരുന്നു എന്നറിയാനാ. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്. ചാന്നാർ ചിന്തിച്ചു നോക്കി. ധ്രുവ തുടർന്ന് തിരക്കി. ഒരിക്കൽ അപ്പച്ചി പറഞ്ഞതായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു. എൻ്റെ ഫോട്ടോ അമേരിക്കയിൽ മേരി ആൻറ്റിക്ക് അയച്ചു കൊടുത്തെന്നോ മറ്റോ. അതിൻ്റെ കോപ്പി ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചത്. ചാന്നാർ തലയിളക്കി. നിൻ്റെ ഫോട്ടോ ഞാൻ മേരിക്ക് അയച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് ഫോണിൽ സംസാരിച്ചപ്പോൾ ഫോട്ടോ ഒന്ന് കാണണമെന്ന് മേരിക്ക് കൊതി. അങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചത്. ഒന്നും അറിയാത്തതുപോലെ അവൻ പിന്നെയും ചോദിച്ചു. മേരി ആൻറ്റി ഇപ്പോഴും അമേരിക്കയിൽ തന്നെയാണോ? ആയിരിക്കും. ഭാരതി ഒരിക്കൽ പറഞ്ഞിരുന്നു അവളൊരു അമേരിക്കക്കാരനെ വിവാഹം ചെയ്തെന്ന്. അവളേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാളെ. ഇപ്പോഴത്തെ അവളുടെ വിവരമൊന്നും എനിക്കോ ഭാരതിക്കോ അറിയില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും. ചാന്നാർ ദീർഘമായി നിശ്വസിച്ചു. അയാളുടെ മനസ്സിൽ ഇപ്പോഴും അവളുടെ പഴയ രൂപമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മേരി ആൻറ്റി നാട്ടിലുണ്ടെന്നുള്ളത് അച്ഛൻ അറിഞ്ഞിട്ടില്ല. ധ്രുവിന് ഉറപ്പായി. പക്ഷേ ഇത്രയും ഉയരത്തിലെത്തുവാൻ അച്ഛൻ സഹായിച്ചിട്ടും അവർ എന്താണ് അച്ഛനെ ഒന്ന് കാണാൻ വരാത്തത്?
അതും ധ്രുവിന് ഉത്തരം കിട്ടാത്ത ചോദ്യമായി. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ക്ഷിപ്ര ചായയുമായി വന്നു. ഏട്ടൻ എവിടെയാണ് പോയത്? ഇപ്പോൾ പറയാറായിട്ടില്ല. അവൻ ചായ വാങ്ങി. ചിലപ്പോൾ നമുക്ക് പ്രയോജനകരമായ എന്തെങ്കിലും ലഭിച്ചേക്കാം. അവൻ ശബ്ദം താഴ്ത്തി. പിന്നെ മണിമോളുടെ അടുത്തേക്ക് പോയി. കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു അവൾ. അവനെ കണ്ടപ്പോൾ ആ മുഖത്തൊരു പ്രകാശം പരന്നു. അവൾക്ക് കാര്യമായ മാറ്റമുണ്ടെന്ന് അവന് തോന്നി. അപ്പോൾ പുറത്ത് മെമ്പർ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചിലരെത്തി. ചാന്നാർ അവർക്ക് ഹസ്തദാനം നൽകി സ്വീകരിച്ചിരുത്തി. ഞങ്ങൾ വന്നത് ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റുന്ന സാഹചര്യമാണോ എന്നറിയില്ല. എന്നാലും പറഞ്ഞോളൂ. ചാന്നാർ സമ്മതിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരു ലൈബ്രറി ഇല്ല. പഞ്ചായത്ത് 10 സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ധാരാളം കുട്ടികൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്നുണ്ട്. സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് ധാരാളം പ്രൊജക്റ്റുകളും ഇപ്പോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അവിടെ ഒരു ലൈബ്രറി കെട്ടിടം പണിയണം. അങ്ങയുടെ സഹായമുണ്ടായാൽ അത് നന്നായി പൂർത്തിയാക്കാം, മെമ്പർ പറഞ്ഞു. അതിനെന്താ? ചാന്നാർ നിവർന്നിരുന്നു. പണി തുടങ്ങിക്കോളൂ. നല്ല രീതിയിൽ തന്നെ. പണം എത്രയായാലും ഞാൻ തരാം. കുട്ടികളുടെ കാര്യമല്ലേ? ആഗതർക്ക് സന്തോഷമായി. പിന്നെ ചുറ്റുമൊന്ന് നോക്കിയിട്ട് കൃഷ്ണൻ ശബ്ദം കുറച്ച് പറഞ്ഞു. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? ചാന്നാർ അയാളുടെ മുഖത്തേക്ക് നോട്ടം ഉറപ്പിച്ചു. എനിക്ക് അക്കരെ കുറച്ച് ഭൂമിയുണ്ട്. അയാൾ കായലിന് കിഴക്കുഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചു. അവിടെ ചില നേരങ്ങളിൽ കരയിലും കരയോട് ചേർന്ന് കായലിലും ചില അപരിചിതരുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവർ വള്ളത്തിൽ കയറി ചൂണ്ടയിടുന്ന ഭാവത്തിലിരിക്കും. എൻ്റെ ബലമായ സംശയം അവർ ഈ ബംഗ്ലാവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ. ഞാൻ ശ്രദ്ധിച്ചോളാം. ചാന്നാരുടെ കണ്ണുകളൊന്ന് കുറുകി. ആ സംഘം യാത്ര പറഞ്ഞു. അയാൾ ധ്രുവിനെയും വിളിച്ച് കാര്യം പറഞ്ഞു. ഈ സംശയം എനിക്ക് തോന്നിയിട്ടുണ്ടച്ചാ. അവൻ സമ്മതിച്ചു. ഒപ്പം ഫോണെടുത്ത് അവൻ കായൽ നിരീക്ഷണത്തിന് ചിലരെ ചുമതലപ്പെടുത്തി. പിറ്റേന്ന് വിശ്വരൂപൻ ചാന്നാർ കായംകുളത്തിന് പോയി പണമെടുക്കുവാൻ. 3 ബാങ്കുകളിൽ അയാൾ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. പണവുമായി ചാന്നാർ മടങ്ങി വന്നപ്പോൾ ഉച്ച കഴിഞ്ഞു. ആ സമയത്തിനിടയിൽ ധ്രുവ് ചിലരെ കൊണ്ട് ബംഗ്ലാവിന് 4 ഭാഗത്തും കായലിനോട് ചേർന്നുള്ള ഭാഗം കാണത്തക്ക വിധത്തിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതൊക്കെ എന്തിനാടാ? ചാന്നാർ എല്ലാം ശ്രദ്ധിച്ചു കണ്ടു. വേണോ വച്ചാ? ഇനി നമുക്ക് തെറ്റുപറ്റിക്കൂടാ. അനുവാദമില്ലാതെ ആരും ഈ വളപ്പിൽ കാൽ കുത്തരുത്. ധ്രുവ് ഓരോ ക്യാമറയിലെയും ദൃശ്യങ്ങൾ പരിശോധിച്ചു തൃപ്തിപ്പെട്ടു. വൈകിട്ട് 5 മണി. 1000-500 കെട്ട് നോട്ടുകളും ഒരു വലിയ പെട്ടിയിലാക്കി അവർ അടുക്കി. ശേഷം ഏതു നിമിഷവും എത്താവുന്ന ഫോൺ കോളിനായി കാത്തിരുന്നു. സന്ധ്യ. ഉദയാസ്തമയത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞു. ആ ക്ഷണം ചാന്നാരുടെ ഫോൺ ഇരമ്പി. അയാൾ അതെടുത്തപ്പോഴേക്കും ധ്രുവ് ഓടിയെത്തി. അവരാ പറഞ്ഞുകൊണ്ട് ചാന്നാർ ഫോൺ സ്പീക്കറിലിട്ടു. മിസ്റ്റർ ചാന്നാർ, ഞങ്ങളുടെ കോൾ പ്രതീക്ഷിക്കുകയായിരുന്നു എന്നറിയാം. അതെ. ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ ചാന്നാർ പല്ലു കടിച്ചു. ധ്രുവ് കാതുകൾ കൂർപ്പിച്ചു. പണം റെഡിയാക്കിയല്ലോ? ഉവ്വ്. എങ്കിൽ ഇനി അത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കേണ്ട. കാരണം ഞങ്ങളെപ്പോലെ കഴിവും ബുദ്ധിയുള്ളവർ അതും കൊണ്ട് പോയാലോ? ആത്മപ്രശംസയിൽ അർത്ഥമില്ല. ചാന്നാർ അസ്വസ്ഥനായി. പണം എവിടെ കൊണ്ടുവരണം? അവരെ എപ്പോൾ കൈമാറ്റം ചെയ്യും? അതുമാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ. ഓക്കെ. നിങ്ങൾ കൃത്യം 9 മണിക്ക് പണവുമായി കടലിലേക്ക് വരിക. കടലിലോ? അതെ. അവിടെ വെച്ചാവും നമ്മൾ കൈമാറ്റം ചെയ്യുക. പണവും സ്ത്രീകളും. ചാന്നാർ മകനെ നോക്കി. അവനൊരു ആംഗ്യം കാണിച്ചു. ചാന്നാർ തലകുലുക്കി. ശേഷം ഫോണിലൂടെ തിരക്കി. ഏത് ദിശയിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്? എവിടേക്കായാലും വിരോധമില്ല. ഞങ്ങളുടെ ആളുകൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ. കൃത്യസ്ഥലത്തെത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും ശബ്ദം ഫോണിലൂടെ ചിതറി വീണു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ എല്ലാ ബോട്ടുകളും ഉപയോഗിച്ചോളൂ ഞങ്ങളെ പിടിക്കാൻ. സ്പീഡ് ബോട്ടുകൾ ഉൾപ്പെടെ. അവയിൽ കഴിയുന്നത്ര ആളുകളെയും പോലീസിനെയും കരുതിക്കോളൂ. വിശ്വരൂപൻ ചാന്നാരും മകനുമാണോ അതോ ഞങ്ങളാണോ കേമന്മാർ എന്നുകൂടി തീരുമാനിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത്. മറഞ്ഞു നിൽക്കുന്ന നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ എന്താടാ അവകാശം? വിശ്വരൂപൻ ചാന്നാർക്ക് കലി വന്നു. അത് പിന്നീടറിയാം. അപ്പോൾ 9 മണി. മറക്കണ്ട. കാൽ മുറിഞ്ഞു. ചാന്നാരും ധ്രുവും അല്പനേരം പരസ്പരം നോക്കി മിണ്ടാതിരുന്നു. ക്ഷിപ്ര ഉദ്വേഗത്തോടെ അവിടേക്ക് ചെന്നു. അവർ വിളിച്ചോ? ധ്രുവ മോളി. നീ മണിമോളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അവൻ അവളെ പറഞ്ഞയച്ചു. പിന്നെ ചാന്നാർക്കു നേരെ തിരിഞ്ഞു. നമുക്ക് പുറത്തിരിക്കാൻ വച്ചാ. അതെന്തിനാടാ? അയാൾ എഴുന്നേറ്റു. ഈ ഓപ്പറേഷനെക്കുറിച്ച് ക്ഷിപ്ര പോലെ അറിയാൻ പാടില്ല. നീക്കങ്ങൾ ഓരോന്നും നമ്മൾ 2 പേരുടെയും മനസ്സിൽ മാത്രം മതി. അവൻ അച്ഛനെയും കൂട്ടി ഗാർഡനിലേക്ക് ഇറങ്ങി. സിമൻറ്റ് ചെയറുകളിൽ ഒന്നിൽ ചാന്നാർ ഇരുന്നു. ഇനി നീ പറഞ്ഞോ. ചാന്നാർ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. താൻ അച്ഛൻ്റെ ഒപ്പം കടലിലേക്ക് വരില്ല. മകൻ്റെ മറുപടി കേട്ട് അയാൾ ഞെട്ടി. അതെന്താ? ഇത്ര ധൈര്യമായിട്ട് അവർ നമ്മളോട് ആളെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞതിൽ നിന്ന് അവരുടെ തന്ത്രം എന്തെന്ന് പിടികിട്ടുന്നില്ല. അവൻ പുൽത്തകടിയിലൂടെ 2 ചാൽ നടന്നു. എന്തായാലും നമ്മൾ 2 പേരെയും അവർക്ക് ഒന്നിച്ച് കിട്ടിക്കൂടാ. ആരെയും കൂടെ കൂട്ടരുതെന്ന് അവർ പറഞ്ഞാലും ഇരുളിൻ്റെ മറവിൽ നമ്മൾ ആളെ ഏർപ്പാടാക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അച്ഛൻ പണവുമായി പോകുമ്പോൾ 2-3 ബോട്ടിൽ നമ്മുടെ ആളുകളുണ്ടാവണം. ബാക്കിയുള്ള നമ്മുടെ ബോട്ടുകളോ ആളുകളും ഇപ്പം തന്നെ കടലിൽ വിന്യസിക്കണം. മീൻ പിടിക്കുന്ന ഭാവത്തിൽ അവർ ഉണ്ടാവണം നമുക്ക് ചുറ്റും. ധ്രുവ് ഒന്ന് നിർത്തി. സ്പീഡ് ബോട്ട് അച്ഛൻ ഉപയോഗിക്കേണ്ട. അതെന്താ? അത് ആക്രമിക്കപ്പെടാൻ സാധ്യത ഏറെയുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. ചാന്നാർ ബംഗ്ലാവിന് ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സംശയത്തോടെ തിരക്കി. ഭാരതിയെയും
പത്മത്തെയും മോചിപ്പിച്ചു കഴിഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാനാണോ നിന്റെ പദ്ധതി? ധ്രുവിൻ്റെ ശബ്ദം മുറുകി. അല്ലാതെ പിന്നെ ഇത്രയും പണവുമായി അവരെ ചുമ്മാതെ വിടാനോ? ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതും പിന്നെ റഷ്മയുടെ ജീവനുമൊക്കെ കണക്കുകൾ ബാക്കി കിടക്കുകയല്ലേ? ഗാർഡനിലെ ലൈറ്റുകളുടെ വെളിച്ചം അവൻ്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് ചാന്നാർ കണ്ടു. ധ്രുവ പെട്ടെന്ന് ഫോണെടുത്ത് യാക്കൂബിനെയും മജീദിനെയും മറ്റും വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കടലിൽ പോയിരിക്കുന്ന ബോട്ടുകളും ഇനി പുറപ്പെടാൻ പോകുന്നവയും എങ്ങനെ നീങ്ങണമെന്ന്. അടുത്ത നിമിഷം അവിടേക്ക് ചില വാഹനങ്ങളുടെ വെളിച്ചം ചിതറി വീണു. ധ്രുവവും വിശ്വരൂപം ചാന്നാരും തിരിഞ്ഞു നോക്കി. 2 പോലീസ് ജീപ്പുകൾ. അവ മുറ്റത്തേക്ക് ബ്രേക്കിട്ടു. ഡിവൈഎസ്പി ചന്ദ്രസേനും CI അനന്തമൂർത്തിയും അടങ്ങുന്ന പോലീസ് സംഘം ഇറങ്ങി. ആ നേരത്തെ അവരുടെ വരവിൽ ധ്രുവിനും ചാന്നാർക്കും പന്തിക്കേട് തോന്നി. അവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചെന്നു. അച്ഛനും മകനും കൂടി പണം കൊടുത്ത് ഭാരതീയമ്മാളിനെയും പത്മത്തെയും മോചിപ്പിക്കുവാൻ ഒരുങ്ങുകയാവും അല്ലേ? ചന്ദ്രസേനൻ നേർത്ത ചിരിയോടെ ഇരുവരെയും മാറി മാറി നോക്കി. അവർക്ക് അത്ഭുതം തോന്നി. ഇതൊക്കെ ഇയാളെങ്ങനെ അറിഞ്ഞു? ചന്ദ്രസേനൻ തുടർന്നു. നിങ്ങൾ ഒളിച്ചു വച്ചെങ്കിലും കിഡ്നാപ്പേഴ്സ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. ചാന്നാർ മിഴിച്ചു നിന്നു. ഇപ്പോൾ അയാൾക്കൊരു സംശയം. എല്ലാത്തിനും പിന്നിൽ ഏതെങ്കിലും മാനസിക രോഗിയാണോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ? ധ്രുവ്, ചന്ദ്രസേനൻ പരുഷമായി സംസാരിച്ചു. ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് ആദ്യം പറയേണ്ടത് പോലീസിനോടാണെന്ന് നിന്നെ പഠിപ്പിക്കേണ്ടല്ലോ. ഇല്ല, അവൻ ബാക്കി പറയും മുമ്പ് ചാന്നാർ ഇടപെട്ടു. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും നിങ്ങൾക്ക് അറിവുള്ളതുമായ കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. എൻ്റെ മകളുടെ മരണം, ഇവിടുത്തെ മോഷണം, ഹോസ്പിറ്റലിലെ കിഡ്നാപ്പിംഗ്, ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു? ചന്ദ്രസേനന് ഉത്തരം മുട്ടി. അന്തക്ഷോഭത്തോടെ ചാന്നാർ തുടർന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാ ഇവനോട് പറഞ്ഞത് പോലീസിൽ അറിയിക്കേണ്ടെന്നും നിങ്ങളുടെ സഹായം വേണ്ടെന്നും. അത് വിശ്വരൂപ, നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്നത് കുറ്റവാളികളെ സഹായിക്കലാണ്. അവരുടെ ഈ പദ്ധതി വിജയിച്ചാൽ അവർ ഇത്തരം കാര്യങ്ങൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. മറ്റു പലർക്കും അതിന് പ്രേരണയുണ്ടാക്കും. ചാന്നാരുടെ മുഖം ചുവന്നു. എങ്കിൽ ഞങ്ങൾ പണം നൽകുന്നില്ല. പകരം എൻ്റെ ഭാര്യയെയും പെങ്ങളെയും ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ നിങ്ങൾ തിരികെ കൊണ്ടു തന്നിരിക്കണം. ഉറപ്പു തരാമോ? അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ? ചോദിച്ചത് അനന്തമൂർത്തിയാണ്. പിന്നെ എങ്ങനെ പറയണം? ഇനി അവർ ചത്തുപോയാൽ പോലും നിങ്ങൾക്ക് ഒന്നുമില്ലല്ലോ. രക്ഷപ്പെടുകയാണെങ്കിൽ അത് പോലീസിൻ്റെ ക്രെഡിറ്റുമാക്കാം. എന്താ? അനന്തമൂർത്തിക്ക് മറുപടിയില്ല. അതുകൊണ്ട് ചാന്നാരുടെ വാക്കുകൾ കട്ടിയേറി. ഇത്രയും ദിവസം പോലീസ് കാണിക്കാത്ത ആത്മാർത്ഥതയും സ്നേഹവും ഇനിയും എനിക്ക് വേണ്ട. എൻ്റെ പണം, അത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ. ചന്ദ്രസേനൻ്റെ ഭാവം മാറി. അത് നടക്കത്തില്ല വിശ്വരൂപ. ഇവിടെ നിയമമുണ്ട്, നിയമപാലകരുണ്ട്. പണം കൊടുക്കണമെങ്കിൽ അത് ഞങ്ങൾ പറയാം. അത് പറ്റില്ല ചന്ദ്രസേന. എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ നിയമവും നിയമപാലകരെയും. തീർന്നല്ലോ, അയാൾ ഗർജിച്ചു. തീർന്നില്ല. ഞങ്ങളനുസരിക്കാതെ നിങ്ങൾക്ക് പണവുമായി ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അതല്ലെങ്കിൽ ഞങ്ങളെയും നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും കിഡ്നാപ്പേഴ്സിൻ്റെ അടുത്തേക്ക്. അവരെ തളയ്ക്കാൻ പറ്റുമോയെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കായലിൽ നിന്നൊരു കാറ്റ് വീശി വന്നു. ചാന്നാറും ധ്രുവ അസ്വസ്ഥരായി. സമയം കടന്നു പോകുകയാണ്. 8:30. ഇനി അരമണിക്കൂർ. വിശ്വരൂപൻ ചാന്നാർ തീർപ്പ് കൽപ്പിച്ചു. നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം. പക്ഷേ ഒരു വ്യവസ്ഥ. നിങ്ങൾ വന്നതിൻ്റെ പേരിൽ ഭാരതിക്കോ പത്മത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ. ചാന്നാർ സ്വന്തം നെഞ്ചിൽ തട്ടി. ചന്ദ്രസേന, എൻ്റെ മറ്റൊരു മുഖം അപ്പോൾ നിങ്ങൾ കാണും. പോലീസായാലും പട്ടാളമായാലും നിങ്ങളിൽ ഒരാൾ പോലും പിന്നെ കരയിൽ വരില്ല. കടലിൽ തീർക്കും ഞാൻ. ഞെട്ടലോടെ ചന്ദ്രസേനനും അനന്തമൂർത്തിയും പോലീസുകാരും പരസ്പരം നോക്കി. പറഞ്ഞോ, ഒരു തീരുമാനം എടുക്കണം എനിക്കിപ്പോൾ. വിശ്വരൂപൻ ചാന്നാർ ചന്ദ്രസേനൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. തണുത്ത കായൽ കാറ്റിലും ചന്ദ്രസേനൻ വിയർക്കാൻ തുടങ്ങി. ചന്ദ്രസേന, എനിക്ക് സമയം കുറവും വിലപ്പെട്ടതുമാണ്. ചാന്നാർ തിടുക്കപ്പെട്ടു. ചന്ദ്രസേനൻ്റെ മുഖം മുറുകി. എനിക്ക് സമ്മതം. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു അയാളുടെ ഭാവം. പക്ഷെ ഒരു കാര്യം, ഞാൻ പറയാതെ പണം കൈമാറാൻ പാടില്ല. എന്താ? മാത്രമല്ല, നിങ്ങൾ അച്ഛനും മകനും കയറുന്ന ബോട്ടിൽ തന്നെ ഞങ്ങളും ഉണ്ടാകും. ചാന്നാർ ധ്രുവനെ നോക്കി. തൻ്റെ പദ്ധതികൾക്ക് ചന്ദ്രസേനൻ ഒരു തടസ്സമാകുമെന്ന് ധ്രുവിന് തോന്നി. എന്നാൽ അതവൻ പുറത്തു കാണിച്ചില്ല. നീ എന്തു പറയുന്നു? ചാന്നാർ തിരക്കി. സമ്മതിച്ചേക്കാം, അല്ലാതെ ഇവർ പിന്മാറില്ലല്ലോ അച്ഛാ. അവൻ ചിരിച്ചു. 9 മണി. കായലിലൂടെ 4 മത്സ്യബന്ധന ബോട്ടുകളെത്തി. അതിൽ യാക്കൂബും മണവാളനും മജീദും മറ്റും അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രകാരം കരയിലൂടെയും കുറേ പേർ എത്തി. അവരെ ചാന്നാർ വീടിൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. കാരണം ക്ഷിപ്രയും മണിമോളും മാത്രമല്ലേ അവിടെയുള്ളൂ. നിങ്ങൾ വരൂ. ചാന്നാർ യാക്കൂബിനെയും മജീദിനെയും അകത്തേക്ക് വിളിച്ച് 5 കോടി രൂപ അടുക്കി വെച്ചിരുന്ന പെട്ടിക്ക് നേരെ കൈ ചൂണ്ടി. അത് ബോട്ടിൽ കൊണ്ടുവയ്ക്കേ. അവർ അത് വാങ്ങിക്കൊണ്ട് പോയി ബോട്ടിൽ കയറ്റി. ഇടയ്ക്ക് ചാന്നാർ ധ്രുവിനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോൾ നിൻ്റെ പ്ലാൻ അതെങ്ങനെ നടപ്പാക്കും? അതിനൊക്കെ മാർഗമുണ്ടാക്കും അച്ഛാ. എല്ലാവരും കായൽ തീരത്തെത്തി. നക്ഷത്രങ്ങൾ പെട്ടെന്ന് മറിഞ്ഞ ആകാശം കറുത്തു. ഡിവൈഎസ്പിയും CIയും അടങ്ങുന്ന പോലീസ് സംഘം ചാന്നാരുടെയും ധ്രുവിൻ്റെയും ഒപ്പം പണപ്പെട്ടി വെച്ച ബോട്ടിൽ കയറി. യാക്കൂബും മണവാളനും മജീദും കൂടി അതിലുണ്ടായിരുന്നു. വല്ലാത്തൊരു ഉത്കണ്ഠ ചാന്നാരെ പൊതിഞ്ഞു നിന്നു. പോലീസിൻ്റെ ആഗമനമെല്ലാം അവതാളത്തിലാക്കുമോ? ബോട്ടുകൾ നീങ്ങിത്തുടങ്ങി കായലിലൂടെ അഴിമുഖത്തേക്ക്. തങ്ങളുടെ ബാക്കി ബോട്ട്
ബോട്ടുകൾക്ക് ധ്രുവ് മെസ്സേജ് നൽകി. ഇപ്പോൾ പോകുന്ന 4 ബോട്ടുകളെ നിരീക്ഷിച്ചുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഒരു പ്രത്യേക അകലത്തിൽ നീങ്ങാനായിരുന്നു നിർദ്ദേശം. ഡിവൈഎസ്പിയും സിഐയും പോലീസുകാരും ഡക്കിൽ മുൻഭാഗത്തു നിന്ന് സംസാരിക്കുകയാണ്. ധ്രുവ് അച്ഛനെ ഒന്ന് തോണ്ടിയിട്ട് മെല്ലെ പിന്നോട്ട് മാറി. പോലീസ് സംഘം തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയതും അവൻ കായലിലേക്ക് കുതിച്ചു. ബോട്ടിന് പിന്നിലെ വെളുത്ത പതയിലൂടെ അവൻ പിന്നോട്ട് പോയി. ബോട്ടുകൾ അഴിമുഖം കടന്ന് കടലിലെത്തി. ഡിവൈഎസ്പി പുറകിലേക്ക് വന്നു. എവിടെ എത്തണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്? അയാൾ ചാന്നാരെ നോക്കി. അത് പറഞ്ഞിട്ടില്ല, അവർ അറിയിച്ചോളും. ഡിവൈഎസ്പി ചുറ്റും നോക്കി. ധ്രുവ് എന്തിയെ? ചാന്നാർ അമ്പരപ്പ് ഭാവിച്ചു. മുന്നിലില്ലേ? ഇല്ല. ചന്ദ്രസേനൻ്റെ നെറ്റി ചുളിഞ്ഞു. യാക്കൂബേ, ധ്രുവ് എന്തിയടാ? ഒന്നും അറിയാത്ത പോലെ ചാന്നാർ ചോദിച്ചു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങത്തെ. അയാൾ ബോട്ടിൽ തിരയുന്നതായി നടിച്ചു. ചന്ദ്രസേനൻ ചാന്നാരെ തുറച്ചു നോക്കി. അച്ഛനും മകനും തമ്മിൽ നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഇതെന്ന് എനിക്കറിയാം ശുരൂപ. അതെന്തായാലും നിങ്ങൾക്ക് ദോഷം ചെയ്യും. ചാന്നാർ മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. അയാൾ കണ്ടു ആ നമ്പർ. അവരായിരിക്കും. ചന്ദ്രസേനൻ ചാന്നാരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ചാന്നാർ അറ്റൻഡ് ചെയ്തു. നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന ദിശയിൽ നിന്ന് വലത്തേക്ക് തിരിയുക. ശബ്ദം കേട്ടു. ഒപ്പം കാൽ മുറിഞ്ഞു. ചാന്നാരുടെ നിർദ്ദേശാനുസരണം ബോട്ടുകൾ വലത്തേക്ക് തിരിഞ്ഞു. ഉൾക്കടൽ. ഏത് നിമിഷവും മഴ പെയ്യുമെന്ന് തോന്നി. ഇടയ്ക്കിടെ വല വീശിയിട്ട് നങ്കൂരമിട്ടിരിക്കുന്ന ബോട്ടുകൾ. ജനവാസം കുറഞ്ഞ ചില ഗ്രാമങ്ങളിൽ അങ്ങിങ്ങ് വിളറി നിൽക്കുന്ന വൈദ്യുതി വിളക്കുകൾ പോലെ ബോട്ടുകളിലെ വെളിച്ചം. ഉപ്പുരസമുള്ള തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഡിവൈഎസ്പി ചന്ദ്രസേനൻ ഛർദ്ദിച്ചു. കടലിൽ പോകാത്തവർ പോയാൽ ഇങ്ങനെയായിരിക്കും ചന്ദ്രസേന. കടൽ ചുരുക്ക, ചാന്നാർ പറഞ്ഞു. ചന്ദ്രസേന തുടരെ കടലിലേക്ക് ഛർദ്ദിച്ചു. CI അനന്തമൂർത്തി വേഗം വന്ന് അയാളുടെ പുറം തടവിക്കൊടുത്തു. 2 മണിക്കൂർ പിന്നിട്ടു. ഒരു നിശ്ചിത അകലത്തിൽ തൻ്റെ ബോട്ടുകൾ പിന്തുടരുന്നുണ്ടെന്ന് ചാന്നാർ തിരിച്ചറിഞ്ഞു. പക്ഷേ ധ്രുവ് എവിടെ? അതുമാത്രം അയാൾക്ക് മനസ്സിലായില്ല. എന്നാൽ 1 കിലോമീറ്ററോളം പിന്നിൽ വാട്ടർ ക്രാഫ്റ്റിൽ അവനുണ്ടായിരുന്നു. രാത്രിയിലും കാണാൻ കഴിയുന്ന വിക്സൺ ജിയോമ ബൈനോക്കുലറിലൂടെ അവൻ അവരെ കാണുന്നുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ വീണ്ടും ചാന്നാരുടെ ഫോൺ ശബ്ദിച്ചു. പഴയ നമ്പർ. ചന്ദ്രസേനൻ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചിട്ട് പറഞ്ഞു. ഫോൺ സ്പീക്കറിലിടണം. ചാന്നാർ അങ്ങനെ ചെയ്തു. നിങ്ങൾ ബോട്ട് അവിടെ നിർത്തുക. പിന്നെ എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. നിർത്ത്. ചാന്നാർ മജീദിനോട് ആംഗ്യം കാണിച്ചു. 4 ബോട്ടുകളുടെയും എൻജിൻ ഓഫായി. അല്പം കൂടി മുന്നോട്ട് പോയി അവ ഓളങ്ങളിൽ ചാഞ്ചാടി നിന്നു. ധ്രുവ് തൻ്റെ ഫോണിലെ കാൾ ഡൈവേർഷനിലൂടെ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് ചാന്നാർക്കറിയാം. എങ്കിലും അയാളുടെ ഹൃദയം പെരുമ്പറ പോലെ മിടിക്കാൻ തുടങ്ങി. വീണ്ടും ഫോണിലൂടെ നിർദ്ദേശം. നിങ്ങളുടെ കൂടെ പോലീസുകാരുണ്ടല്ലോ. സന്തോഷം. ഈ ഡീലിന് അവരും സാക്ഷികളാകുമല്ലോ. പിന്നെ പോലീസിൻ്റെ ഏതെങ്കിലും വളഞ്ഞ ബുദ്ധിക്ക് നിങ്ങൾ ശ്രമിച്ചാൽ പണം വേണ്ടെന്ന് വയ്ക്കും ഞാൻ. പകരം 2 ശവങ്ങൾ അങ്ങോട്ട് ഇട്ടു തരും. നിങ്ങളെവിടാ? ചാന്നാർ കോപം കടിച്ചമർത്തി. അടുത്തുകൊണ്ടിരിക്കുന്നു. 2 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഒരു ബോട്ടിൻ്റെ ശബ്ദം കേട്ടു. മുന്നിൽ ഒരു ഇരുൾക്കട്ട അടുത്തു വരുന്നത് പോലെ. ചാന്നാർ ടോർച്ചെടുത്ത് തെളിച്ചു. ഒരു പഴയ ബോട്ട് 50 മീറ്ററോളം മുന്നിൽ. അതും നിശ്ചലമായി. ആ ബോട്ടിലാ ഞാൻ അവരെ കണ്ടത്, മജീദ് ആവേശത്തോടെ പറഞ്ഞു. ഫോണിലൂടെ നിർദ്ദേശം വീണ്ടും. നിങ്ങൾ ടോർച്ച് അണയ്ക്കുക. ചാന്നാർ അനുസരിച്ചു. പിന്നെയും ശബ്ദം. പണം കൊണ്ടുവന്ന് കാണുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞങ്ങൾക്കത് ബോധ്യമാക്കുകയും എണ്ണി തിട്ടപ്പെടുത്തുകയും വേണം. അങ്ങനെ ചെയ്യ്. ചാന്നാർ അണപ്പല്ല് കടിച്ചു. എന്നാൽ അതിനു മുമ്പ് എനിക്കവരെ വിട്ടുകിട്ടണം. ഭാരതിയെയും പത്മത്തെയും. അപ്പുറത്തു നിന്ന് ചിരി കേട്ടു. നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. എന്നാൽ 2 കൂട്ടർക്കും കളിപ്പീര് പറ്റരുത്. അതിനാൽ ഒരാളെ ഞങ്ങൾ ആദ്യം അവിടേക്ക് അയക്കും. അപ്പോൾ പണം ഞങ്ങളുടെ ബോട്ടിൽ വയ്ക്കണം. എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞ് 2ാമത്തെ ആളിനെ ഞങ്ങൾ വിട്ടുതരും. എന്താ? ചാന്നാർ ഡിവൈഎസ്പിയെ നോക്കി. ചന്ദ്രസേനൻ അവരുമായി സംസാരിച്ചു. പണം കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ വാക്കുപാലിക്കുമെന്ന് എന്താണ് ഉറപ്പ്? തൻ്റെ തന്തയല്ല എൻ്റേതെന്ന് മാത്രമാണ് ഉറപ്പ്. മുഖമടച്ചൊരു അടി കിട്ടിയതുപോലെ ചന്ദ്രസേനന് തോന്നി. പണം കൊടുത്തേക്കാൻ ആംഗ്യം കാണിച്ചിട്ട് ചന്ദ്രസേനൻ വീണ്ടും ഛർദ്ദിച്ചു. ശേഷം CI അനന്തമൂർത്തിയോട് ശബ്ദം താഴ്ത്തി. 2ാമത് വരുന്ന അവസരത്തിൽ ആ ബോട്ടിൻ്റെ ഡ്രൈവറെ പിടികൂടണം. അവനിലൂടെ നമ്മൾ കിഡ്നാപ്പേഴ്സിനെ പൊക്കിയിരിക്കും. നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഫോണിലൂടെ അക്ഷമ നിറഞ്ഞ സ്വരം. അടുത്ത നിമിഷം ആ പഴയ ബോട്ടിൻ്റെ മറവിൽ നിന്ന് ഒരു സ്പീഡ് ബോട്ട് ചീറി വന്നു. അവരുടെ ബോട്ടിനെ ഒന്ന് വലം വെച്ചത് നിശ്ചലമായി. ചാന്നാർ തങ്ങളുടെ ബോട്ടിൻ്റെ വെളിച്ചത്തിൽ കണ്ടു ഭാരതി അമ്മാൾ. ഏട്ടാ! തളർന്നതെങ്കിലും ആഹ്ലാദം നിറഞ്ഞ ശബ്ദത്തിൽ അവർ വിളിച്ചു. ഭാരതി! ചാന്നാരുടെ ശബ്ദം ചിലമ്പി. അയാൾ കമ്പിയിൽ പിടിച്ചുകൊണ്ട് അവർക്ക് നേരെ കൈനീട്ടി. ആദ്യം പെട്ടി ഇങ്ങോട്ട് വയ്ക്ക്. സ്പീഡ് ബോട്ടിലെ ഡ്രൈവറുടെ ശബ്ദം പരുഷമായി. ചാന്നാരും പോലീസ് സംഘവും അയാളെ സൂക്ഷിച്ചു നോക്കി. യാതൊരു പരിചയവുമില്ല. ഒരു ബംഗാളി തൊഴിലാളിയുടെ പോലുള്ള മുഖം. മജീദും യാക്കൂബും ചേർന്ന് പണപ്പെട്ടി സ്പീഡ് ബോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തു. ഭാരതിയെ തങ്ങളുടെ ബോട്ടിലേക്ക് കൈപ്പിടിച്ച് കയറ്റി. ഏട്ടാ! അവർ ചാന്നാരുടെ നെഞ്ചിലേക്ക് വീണു. പത്മം എന്തിയടി? അയാൾ അവരെ ചേർത്ത് പിടിച്ചു. ആ ബോട്ടിലുണ്ട്. സ്പീഡ് ബോട്ട് തിരികെ പോയി. ഈ സമയം ചാന്നാരുടെ ബാക്കി ബോട്ടുകൾ 250 മീറ്ററോളം അകലത്തിൽ ആ പഴയ ബോട്ടിനെ വലയം ചെയ്ത് കഴിഞ്ഞിരുന്നു. എല്ലാ നീക്കങ്ങളും
കൃത്യമാണെന്ന് ഉറപ്പാക്കിയ ധ്രുവ് പെട്ടെന്ന് വാട്ടർ ക്രാഫ്റ്റുമായി വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടു. ഒരു ഡോൾഫിൻ കണക്കെ അത് പഴയ ബോട്ടിനടിയിലൂടെ അപ്പുറത്ത് ചെന്ന് പൊങ്ങി. ഒന്ന് വട്ടം തിരിഞ്ഞ് ബോട്ടിന് അഭിമുഖമായി നിന്നു. തലമുടിയിലെ വെള്ളം കുടഞ്ഞ് കളഞ്ഞുകൊണ്ട് ധ്രുവ് ഒരു വാട്ടർ പ്രൂഫ് ബാഗ് എടുത്ത് തുറന്നു. തൻ്റെ സെൽഫോണും ബൈനോക്കുലറും എടുത്തു. പഴയ ബോട്ടിൻ്റെ ഡെക്കിൽ 2 പച്ച രൂപങ്ങൾ നിൽക്കുന്നത് ബൈനോക്കുലറിലൂടെ കണ്ടു. അതിൽ ഒന്ന് സ്ത്രീരൂപമായിരുന്നു. പത്മം ചെറിയമ്മയാണ് അതെന്ന് അവന് മനസ്സിലായി. ചെറിയമ്മയെ വിട്ടു കഴിഞ്ഞാൽ ചുറ്റുമുള്ള മുഴുവൻ ബോട്ടുകളും മുന്നോട്ട് വരും. പഴയ ബോട്ടിന് അവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ബ്ലോക്ക് ചെയ്യും. തൊഴിലാളികൾ അതിലേക്ക് ഇരച്ചു കയറും. അതാണ് പ്ലാൻ. ഇന്നത്തോടെ എല്ലാ ദുരൂഹതകൾക്കും ഉത്തരമാകും. ചാന്നാരുടെ ഫോണിലേക്ക് വരുന്ന ശബ്ദം കോൾ ഡൈവേർഷനിലൂടെ ധ്രുവം കേൾക്കുകയാണ്. നോക്ക്, നിങ്ങളുടെ ഭാര്യയെ കാണുന്നുണ്ടല്ലോ. ഒപ്പം ഒരാൾ പഴയ ബോട്ടിൽ നിന്നും ടോർച്ച് തെളിച്ച് കാണിച്ചു. ശരിക്കും വ്യക്തമായില്ലെങ്കിലും അത് പത്മം തന്നെയാണെന്ന് ചാന്നാർക്ക് ഉറപ്പായി. കണ്ടു, അയാൾ അറിയിച്ചു. അവളെ വേഗം വിട്. പണം എണ്ണി നോക്കിയിട്ട് ഇപ്പം വിട്ടേക്കാം. ധ്രുവ് ബൈനോക്കുലർ ഒന്നുകൂടി സൂം ചെയ്തു. പൊടുന്നനെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. പണവുമായി വന്ന സ്പീഡ് ബോട്ടിലേക്ക് ബോട്ടിൻ്റെ ഡെക്കിൽ നിന്നിരുന്ന ഒരാൾ ചാടുന്നു. സ്പീഡ് ബോട്ട് വെട്ടിത്തിരിഞ്ഞ് പറക്കുപോലെ പടിഞ്ഞാട്ട് പായുന്നു. അവന് അപകടമണത്തു. ധ്രുവ് വാട്ടർ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ സെക്കൻഡിൽ ചാന്നാരുടെ ഫോണിൽ പരിഹാസം തിങ്ങിയ ശബ്ദം. ഇവളെ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലടാ ചാന്നാർ ക്ഷേമപ്പന്നി. പക്ഷേ നീ എന്നെ അനുസരിച്ചില്ല. അതിൻ്റെ ഫലം ഇപ്പോൾ കാണാം. ശബ്ദം നിലച്ചതും കടലിലൊരു ഉഗ്രസ്ഫോടനം. ചാന്നാരും ധ്രുവും പോലീസ് സംഘവും അടക്കം സകലരും കിടുങ്ങിപ്പോയി. പത്മം നിന്നിരുന്ന ആ പഴയ ബോട്ട് ഒരു അഗ്നിഗോളമായി ചിതറുന്നു. പത്മം! ചാന്നാർ അലറി വിളിച്ചു. ഏട്ടാ! ഭാരതി അമ്മാൾ അയാളെ അള്ളിപ്പിടിച്ചു. പഴയ ബോട്ടിൻ്റെ തീപിടിച്ച ഭാഗങ്ങൾ 4 പാടും ചിതറി. അവരുടെ തൊട്ട് മുമ്പിൽ വരെ ഒരു തീച്ചിറകു വന്നു വീണു. ഡിവൈഎസ്പിയും സിഐയുമൊക്കെ 2 അടി പിന്നോക്കം ചാടി. ഏതാനും നിമിഷങ്ങൾ ബോട്ട് കിടന്ന ഭാഗത്ത് വൃത്തത്തിൽ തീ നിന്ന് കത്തി. പിന്നെ ഓളങ്ങളിൽ അണഞ്ഞു. തൊട്ട് മുമ്പ് വരെ അവിടെ അങ്ങനെയൊരു ബോട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നി. പത്മം! ഭാരതി അമ്മാളുടെ വിടുവിച്ച് ചാന്നാർ മുമ്പോട്ട് കുതിച്ചു. അയാൾ കടലിലേക്ക് ചാടാൻ ഭാവിച്ചു. എന്നാൽ പിന്നിൽ നിന്ന് മജീദും യാക്കൂബും അയാളെ വട്ടം പിടിച്ചു. അങ്ങത്തെ എന്താ ഈ കാണിക്കുന്നത്? വിടടാ എന്നെ, വിടാൻ! ചാന്നാർ കുതറി. ഈ കടൽ എനിക്ക് നിന്നേക്കാളൊക്കെ പരിചയമാ. പത്മത്തിൻ്റെ ശവമെങ്കിലും എനിക്കൊന്ന് കാണണം. ചന്ദ്രസേന മുന്നോട്ട് വന്നു. വിശ്വരൂപ, ഇനി അവളെ തിരഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ചാന്നാർ. വാ, മിണ്ടരുത് താൻ. പരിവാരങ്ങളുമായി താൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് നേടിയടോ? എൻ്റെ പത്മത്തിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞോ? ചന്ദ്രസേനൻ പതറി. വിശ്വരൂപൻ ചാന്നാർ കഴിച്ചുകൊണ്ടി. പൊയ്ക്കോണൻ്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ വലിച്ചു കീറി ഈ കടലിൽ കളയും നിന്നെയൊക്കെ. ഭ്രാന്തമായി അലറുകയായിരുന്നു അയാൾ. ചാന്നാരുടെ ഇത്തരം ഒരു ഭാവം പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം കാണുകയാണ്. ഏട്ടാ! ഭാരതി ഇടയ്ക്ക് കയറി. ഒന്നടങ്ങിക്കേ. പോയവളെ ഇനി നമുക്ക് കിട്ടുമോ? ഭാരതി! പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാന്നാർ ബോട്ടിൻ്റെ തട്ടിലിരുന്നു വീഴും പോലെ. അവളോട് എനിക്ക് ഒരു വാക്ക് ഉരിയാളെ പോലും കഴിഞ്ഞില്ലല്ലോടി. ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാനുണ്ടായിരുന്നല്ലോ. ഏട്ടാ! അയാൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതിയും അരികിലിരുന്നു. അപ്പോൾ വാട്ടർ ക്രാഫ്റ്റിൽ പടിഞ്ഞാറോട്ട് പായുകയായിരുന്നു ധ്രുവ്. സ്പീഡ് ബോട്ട് പോയ വഴിയെ മത്സ്യബന്ധനത്തിന് വന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ഇടയിലൂടെ. അവയിൽ നിന്ന് ചിലർ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അകലെ ഒരു മിന്നായ പോലെ സ്പീഡ് ബോട്ട് ധ്രുവ് കണ്ടു. വെള്ളത്തിന് പുറത്തുകൂടി ഒരു മീൻ പോലെ ചാടി പായുകയാണ് വാട്ടർ ക്രാഫ്റ്റ്. 10 മിനിറ്റ്. പെട്ടെന്ന് ധ്രുവ് വാട്ടർ ക്രാഫ്റ്റിൻ്റെ വേഗം കുറച്ചു. മുന്നിൽ ആ ബോട്ടും അതിൽ 2 പേരും. അവൻ അതിനോട് അടുക്കുകയാണ്. പൊടുന്നനെ തനിക്ക് ചുറ്റും ഓളങ്ങൾ ചിതറുന്നതറിഞ്ഞ് അവൻ തിരിഞ്ഞു. അവനിൽ നിന്നൊരു ശബ്ദമുയർന്നു. കൊമ്പൻ സ്രാവുകളെ പോലെ 4-5 സ്പീഡ് ബോട്ടുകൾ. അവ അവൻ്റെ വാട്ടർ ക്രാഫ്റ്റിന് മുന്നിൽ പണവുമായി രക്ഷപ്പെട്ട ബോട്ടിനും വട്ടം ചുറ്റാൻ തുടങ്ങി. തനിക്ക് ചുറ്റും വെളുത്ത പതയുടെ ഒരു വൃത്തമാവും കണ്ടു. സൂക്ഷിക്കുക, അവൻ്റെ മനസ്സ് പറഞ്ഞു. ക്രമേണ ഒരകലത്തിൽ ആ ബോട്ടുകൾ നിശ്ചലമായി. അവയിൽ 3 പേർ വീതം ഉണ്ടായിരുന്നു. ആദ്യത്തെ ബോട്ടിൽ നിന്ന് ഒരാൾ സ്വയം മുഖത്തേക്ക് ടോർച്ച് തെളിച്ചു. നോക്കടാ, നീ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എന്നെ? അവൻ പല്ലിളിച്ചു. ധ്രുവ് അവനെ തിരിച്ചറിഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ചും രശ്മയുടെ ശവസംസ്കാര സമയത്തും താൻ കണ്ടവൻ. നിന്നെ തിരഞ്ഞു നടക്കുമായിരുന്നടാ ഞാനും. ധ്രുവ് പല്ലി കടിച്ചു. നിന്നെ കൊണ്ട് തിരയാനും നടക്കാനുമേ പറ്റൂ. നിന്നെക്കാൾ 4-5 വർഷം മുമ്പ് ലോകം കണ്ടവനാടാ ഞാൻ. അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ നിനക്കാവില്ല. നിന്റെ തന്തയ്ക്കും. ഇന്ന് നിന്റെ രണ്ടാനമ്മയെ പറഞ്ഞയച്ചതുപോലെ നീയും നിന്റെ തന്തയും പോകും ഈ ലോകത്തു നിന്ന്. ഞാൻ പറഞ്ഞയക്കും. അവൻ ടോർച്ച് അണച്ചു. അതിനിടെ ഇത്രയും കൂടി കേട്ടു. നിനക്ക് ജലസമാധി ഒരുക്കുകയാണ് ഞാൻ. അവൻ ചുറ്റുമുള്ള ബോട്ടുകൾക്ക് നേരെ നോക്കി കൽപ്പിച്ചു. തീർത്തേക്കവനെ. അവൻ്റെ ശവമോ വാട്ടർ ക്രാഫ്റ്റോ ഇനി ആരും കാണരുത്. നേരത്തെ നാട്ടുവെളിച്ചത്തിൽ ചുറ്റുമുള്ള ബോട്ടുകളിൽ ആയുധങ്ങളുടെ തിളക്കം അവൻ കണ്ടു. ആ ബോട്ടുകളൊന്ന് വട്ടം തിരിഞ്ഞ് തൻ്റെ നേരെ അടുക്കുകയാണ്. അടുത്ത നിമിഷം ധ്രുവ് വാട്ടർ ക്രാഫ്റ്റുമായി കടലിനടിയിലേക്ക് ഊളിയിട്ടു. രാവിലെ 6 മണി. വലിയഴീക്കൽ വിശ്വരൂപൻ ചാന്നാരുടെ വീടും പരിസരവും ജനനിബിഡമായിരുന്നു. ആ തിരക്കിലേക്ക് ഭാരതിയമ്മാളുമായി ചാന്നാർ വന്നിറങ്ങി. ജനങ്ങൾ ചുറ്റും കൂടി. അവരിൽ നിന്ന് ഒരാരവമായി 100 കണക്കിന് ചോദ്യങ്ങൾ. ഭാരതിയമ്മാൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. അപ്പച്ചി! ക്ഷിപ്ര ഓടിയെത്തി അവരെ കെട്ടിപ്പിടിച്ചു. ചാന്നാരോട് ഒന്നും പറയാതെ ചന്ദ്രസേനനും പോലീസ് സംഘവും പോയി. ഭാരതിയമ്മാൾ സിറ്റൗട്ടിലേക്ക് കയറി. ക്ഷിപ്രമോളെ, എനിക്കൊരു ചായ വേണം.
ഇപ്പം കൊണ്ടുവരാം. അവൾ അകത്തേക്ക് ഓടി. ധ്രുവ് ഇതുവരെ വന്നില്ലല്ലോ. ചാന്നാർ മജീദിനെയും മറ്റും നോക്കി. ഞങ്ങളൊന്ന് നോക്കാങ്ങത്തെ. അവർ ബോട്ടിന് നേരെ നടക്കുമ്പോഴേക്കും കായലോളങ്ങളെ പിളർത്തി വാട്ടർ ക്രാഫ്റ്റ് വരുന്നത് കണ്ടു. ധ്രുവ് അപ്പച്ചിക്ക് അടുത്തെത്തി. ക്ഷിപ്ര ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. ബോട്ടിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ തോന്നിയ ഭീതിയും തളർച്ചയുമൊക്കെ ഭാരതി അമ്മാളെ വിട്ടകന്നിരിക്കുന്നതായി ചാന്നാർ അറിഞ്ഞു. ജനങ്ങൾ പിരിഞ്ഞു തുടങ്ങിയിരുന്നു. ചാന്നാർ പെങ്ങളെ നോക്കി. ഭാരതി, ധ്രുവ് നാളെ ബാംഗ്ലൂർക്ക് പോകും. നാളെയോ? അവൻ തലവെട്ടിച്ചു. അതെ, തീരുമാനം എൻ്റേതാണ്, അയാൾ കനപ്പിച്ച് പറഞ്ഞു. അതിനു മുമ്പ് എനിക്ക് ഭാരതിയിൽ നിന്ന് ചിലതറിയാനുണ്ട്. ഏട്ടൻ ചോദിക്കേ. ചായക്കപ്പ് ക്ഷിപ്രയെ ഏൽപ്പിച്ചിട്ട് അവർ പാറിപ്പറന്ന മുടി പിന്നിലേക്ക് ഒതുക്കി. ആരാണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത്? അത് കൃത്യമായി അറിയില്ല. എന്നാൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരുത്തൻ പത്മത്തെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അവനും മറ്റുമാ. അവനാരാ? ധ്രുവാണ് തിരക്കിയത്. അതറിയില്ല. അവൻ്റെ സംസാരത്തിൽ നിന്ന് പോലും വ്യക്തമായില്ല. എങ്ങനെയാണ് അവൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയത്? ഏവരും കാതുകൂർപ്പിച്ചു. ഏട്ടനും ധ്രുവ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വാതിൽ തള്ളി തുറന്ന് ചിലർ അകത്തു വന്നു. ക്ഷിപ്ര പറഞ്ഞു കാണുമല്ലോ. ഇവളെ ബാത്റൂമിലാക്കിയിട്ട് അവർ ബലമായി ഞങ്ങളെ എന്തോ മണപ്പിച്ചു. പിന്നെ കണ്ണു തുറക്കുന്നത് ആ ബോട്ടിൽ വെച്ച. ദുരിതങ്ങളുടെ പലതരം ഭാവങ്ങൾ ഭാരതിയുടെ മുഖത്ത് മിന്നുന്നത് മറ്റുള്ളവർ കണ്ടു. ഭാരതി തുടർന്നു. അവിടെ വെച്ച് അവർ ഞങ്ങളെ കൊല്ലുമെന്നാണ് കരുതിയത്. ഭാരതിയുടെ ശബ്ദത്തിൽ ഭീതി തിങ്ങി. ഒരു ജന്മത്തിലെ ഭയം ഒന്നിച്ച് അനുഭവിച്ചതുപോലെ. ചാന്നാർ ധ്രുവിനെ ഒന്ന് നോക്കി. ശേഷം ഭാരതിയോട് പറഞ്ഞു. ഭാരതി, ഇവൻ പറയുന്നത് ഇവിടെ നടന്നതിനൊക്കെ പിന്നിൽ പത്മ ഉണ്ടെന്നാണ്. പലതും അവളുടെ നാടകമായിരുന്നെന്ന്. അയാൾ പത്മത്തിൻ്റെ ഇമിറ്റേഷൻ ഗോൾഡിനെക്കുറിച്ചും കുപ്പിയിൽ കണ്ട രക്തത്തെക്കുറിച്ചും മറ്റും പറഞ്ഞു. എന്താ നിനക്ക് തോന്നുന്നത്? ഭാരതി മുഖം കുനിച്ചു. ഒരു നിമിഷം കഴിഞ്ഞ് തലയുയർത്തുമ്പോൾ ആ കണ്ണുകൾ നനഞ്ഞിരുന്നു. ഏട്ടൻ എന്നോട് പൊറുക്കണം. കാരണം ഈ വിവാഹത്തിന് ഏട്ടനെ നിർബന്ധിച്ചത് ഞാനാണല്ലോ. ചാന്നാരുടെ നെറ്റി ചുളിഞ്ഞു. അയാളുടെ കാതുകളെ ചുട്ടുപൊളിക്കുന്ന വാക്കുകളാണ് ഭാരതിയിൽ നിന്ന് കേട്ടത്. ധ്രുവിൻ്റെ സംശയം ശരിയാണ് ഏട്ടാ. എല്ലാത്തിനും പിന്നിൽ അവൾ ഉണ്ടായിരുന്നു. ആ വാക്കുകൾ സകലരെയും കിടിലം കൊള്ളിച്ചു. ഭാരതി, കായലിൽ നിന്ന് വീശിവന്ന കാറ്റിൽ വിശ്വരൂപൻ ചാന്നാരുടെ ശബ്ദം നിന്ന് വിറച്ചു. നീ എന്താ പറഞ്ഞത്? ഒരു നിമിഷം താൻ ബദിരനായി പോയതുപോലെ തോന്നി ചാന്നാർക്ക്. പ്രപഞ്ച അപ്പാടെ ശിരസിലേക്ക് അടർന്നു പതിക്കുന്നത് പോലെ. ഇങ്ങനെ ബലമായൊരു സംശയം ഉണ്ടായിരുന്നിട്ട് കൂടി അപ്പച്ചിയുടെ നാവിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ ധ്രുവിന് ക്ഷിപ്രയ്ക്ക് ഉണ്ടായി ഒരു മരവിപ്പ്. മുറ്റത്ത് നിന്നിരുന്ന സ്രാവ് മജീദും യാക്കൂബും മണവാളനും പരസ്പരം നോക്കി. അതെ, എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഭാരതി തുടർന്നു. എനിക്കും റഷ്മയ്ക്കും മണിമോൾക്കുള്ള പാലിൽ വിഷം കലർത്തിയതും അവളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏട്ടന് തന്ന പാലിലും നല്ല മയക്കുമരുന്നും ചേർത്തിരിക്കും. അല്ലെങ്കിൽ ഇത്ര വലിയൊരു കൊള്ള നടക്കുമ്പോൾ ഏട്ടൻ ബോധമില്ലാതെ ഉറങ്ങില്ലല്ലോ. തൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നി ചാന്നാർക്ക്. അയാൾ നെറ്റിയുടെ ഇരുവശത്തും കൈവിരലുകൾ അമർത്തി ഒരു നിമിഷം തല കുമ്പിട്ടു. അപ്പച്ചി പെന്നെന്താ നേരത്തെ ഇത് ആരോട് പറയാതിരുന്നത്? ധ്രുവിന് ആത്മരോഷം വന്നു. എങ്കിൽ അവരെ ആശുപത്രിയിൽ വെച്ച് തന്നെ പോലീസിനെ കൊണ്ട് കസ്റ്റഡിയിൽ എടുപ്പിക്കാമായിരുന്നല്ലോ. ഭാരതി അമ്മാൾ അവൻ്റെ നേരെ തിരിഞ്ഞു. ഇക്കാര്യം ഞാൻ മനസ്സിലാക്കിയത് പോലും ആ ബോട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ തീർത്തും തടവിലായിപ്പോയി ഞാനും. പക്ഷേ ഞാൻ ബോട്ടിൻ്റെ ഫ്രീസറിൽ മത്സ്യങ്ങൾക്കൊപ്പം നിങ്ങൾ രണ്ടാളെയും ഒരുപോലെയേ കണ്ടത്, മജീദ് പറഞ്ഞു. അതിന് മജീദ് ബോട്ടിൽ വന്നിരുന്നോ? ഒന്നും ഞാൻ അറിഞ്ഞില്ല. പല സമയത്തും എന്നെ അവർ ബോധം കെടുത്തിയിരുന്നു. ഭാരതി ശ്വാസം വലിച്ചു വിട്ടു. ബോട്ടിലെ അന്തരീക്ഷത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ. ഒരു പക്ഷേ എന്നെ ഫ്രീസറിൽ കിടത്തിയിട്ട് പത്മം അഭിനയിച്ചതാവും മജീദിനെ കാണിക്കാൻ വേണ്ടി. കഴിവറുടെ മോള്. മജീദ് കടപ്പല്ലേ അമർത്തി. അവൾ ജീവിച്ചിരുന്നെങ്കിൽ എവിടെയാണേലും തിരക്കിച്ചെന്ന് ആ കവിളത്ത് രണ്ടെണ്ണം പൊട്ടിച്ചാനെ. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ ചാന്നാർ മുഖമുയർത്തി. ഭാരതി, ആരൊക്കെയാണ് അവൾക്ക് പിന്നിലെന്ന് നിനക്ക് പിടികിട്ടിയോ? ഇല്ല ഏട്ടാ. ആരൊക്കെയോ അവളെ ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷേ അതൊന്ന് എടുത്തു നോക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. അവരുടെ ശബ്ദത്തിൽ നിരാശ തിങ്ങി. ആ ചെറുപ്പക്കാരൻ ആരായിരുന്നു അപ്പച്ചി? ചോദിച്ചത് ക്ഷിപ്രയാണ്. പത്മത്തിൻ്റെ ഏതോ ബന്ധുവാണെന്ന് തോന്നി. മകനാണോ എന്ന് പോലും ചിലപ്പോൾ ഞാൻ സംശയിച്ചു. അവർ എഴുന്നേറ്റ് കൈവരിയിൽ പിടിച്ചുകൊണ്ട് കായലിലേക്ക് നോക്കി നിന്നു. ശേഷം തുടർന്നു. പക്ഷേ അത്രയും പ്രായമുള്ള മകൻ അവർക്കുണ്ടാവില്ലല്ലോ. ആയിരുന്നെങ്കിൽ ബോട്ട് തകർത്ത് അവളെ കൊല്ലില്ലല്ലോ. ഭാരതി, എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ ചാന്നാരും എഴുന്നേറ്റു. നീ അമേരിക്കയിൽ പോയത് മുതലാണ് നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ അതിൽ നല്ലൊരു പങ്ക് സ്വർണം മോഷ്ടിക്കപ്പെട്ടതിലൂടെയും ഇപ്പോൾ കൊടുത്ത 5 കോടിയിലൂടെയും നഷ്ടപ്പെട്ടു. അതൊക്കെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ കരുതിക്കോളാം. എന്നാൽ ഇനി ബാക്കിയുള്ളതെങ്കിലും നിനക്ക് നഷ്ടപ്പെടരുത്. ചാന്നാർ പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ഭാരതി സിറ്റൗട്ടിൻ്റെ കൈവരിയിൽ ചാരി തിരിഞ്ഞു നിന്നു. തൻ്റെ മക്കളെ കൂടി ഒന്ന് നോക്കിയിട്ട് ചാന്നാർ ബാക്കി പറഞ്ഞു. ഇനിയും എല്ലാം എൻ്റെ കയ്യിലിരുന്നാൽ ശത്രുക്കൾ നിങ്ങളെ ആരെങ്കിലും വെച്ച് വിലപേശും. എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ സർവ്വസ്വതന്ത്രൻ. എനിക്ക് തീർക്കാനായി കുറെ കണക്കുകൾ ബാക്കിയുണ്ട് താനും. ഇനിയുള്ള എൻ്റെ ജീവിതം അതിനായി മാറ്റി വയ്ക്കുകയാണ്. അച്ഛാ, ധ്രുവ ഭീതിയോടെ വിളിച്ചു. ചാന്നാർ ചുണ്ടിനു മീതെ വിരൽ വെച്ച് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. എല്ലാം ഞാൻ ഭാരതിയുടെ പേർക്ക് എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു. വേണ്ട ഏട്ടാ,
ഭാരതി അമ്മ പെട്ടെന്ന് വിലക്കി. ഭർത്താവും മക്കളും ഇല്ലാത്ത എനിക്കെന്തിന് സ്വത്തും പണവും? ഇത്രയും കാലം സ്വന്തം പേരിൽ ഒന്നുമില്ലാതെയല്ലേ ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചത്. പക്ഷേ അതിനിടയിൽ എനിക്ക് പറ്റിയ ഏക അബദ്ധമായിപ്പോയി പത്മത്തെ എണ്ണ കൊണ്ട് വിവാഹം ചെയ്യിച്ചത്. ചാന്നാർ തല കുടഞ്ഞു. അതൊക്കെ വിട്ടേരെ, ഇനിയും ഓർമ്മിപ്പിക്കാതെ. പിന്നെ സ്വത്തുക്കൾ എൻ്റെ പേരിലായാലും നിന്റെ പേരിലായാലും ഇവർക്കൊക്കെ വേണ്ടിയല്ലേ? അയാൾ ധ്രുവിനും ക്ഷിപ്രയ്ക്ക് നേരെ കൈ ചൂണ്ടി. ഭാരതി എത്രയൊക്കെ പറഞ്ഞെങ്കിലും ചാന്നാർ സമ്മതിച്ചില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് തൻ്റെ ബോട്ടുകളടക്കമുള്ള സ്വത്തുക്കൾ ചാന്നാർ പെങ്ങളുടെ പേരിൽ എഴുതി വെച്ചു. ധ്രുവിനോ ക്ഷിപ്രയ്ക്കോ അതിൽ യാതൊരു പ്രയാസവും തോന്നിയതുമില്ല. കൊള്ളാം. MLA ശ്രീനിവാസൻ തൻ്റെ തുടയിൽ കൈയടിച്ചുകൊണ്ട് മനം നിറഞ്ഞു ചിരിച്ചു. അയാൾക്ക് മുന്നിൽ ദേവസേനാപതിയും വില്ലേജ് ഓഫീസർ ഹരിലാലും ഉണ്ടായിരുന്നു. ശ്രീനിവാസിൻ്റെ സ്വീകരണ മുറിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് മൂവരും. അങ്ങനെ സ്വന്തമായി ഒന്നുമില്ലാത്ത കോടീശ്വരനായി വിശ്വരൂപൻ ചാന്നാർ. ദേവസേനാപതിയും ആഹ്ലാദത്തിൽ പങ്കുചേർന്നു. ഒന്നുമില്ലെന്ന് പറയരുത്, വലിയഴീക്കിലെ ജനങ്ങൾ അവൻ്റെ പിന്നിലില്ലേ? ഹരിലാൽ ഓർമ്മിപ്പിച്ചു. കയ്യിൽ പണമില്ലെങ്കിൽ ആരോടെ കൂടെ നിൽക്കുന്നത്? ഇനി ഉണ്ടായിരുന്നപ്പോൾ വാരിക്കോരി കൊടുത്തതിൻ്റെ നന്ദിയിൽ അവർ അയാൾക്കൊപ്പം നിന്നിരിക്കട്ടെ. ഭാരതിയുടെ സ്വഭാവം അവൻ്റേതുപോലെയല്ല. അവളെക്കൊണ്ട് ആവശ്യമില്ലാതെ 5 പൈസ ചെലവഴിപ്പിക്കാതിരിക്കാൻ എനിക്കറിയാം. ശ്രീനിവാസൻ കൈകൾ കൂട്ടിത്തിരുമ്മി. മിഠായി നുണയുന്നത് പോലെ ഒരു ഭാവം അയാളുടെ മുഖത്തുണ്ടായി. ചാന്നാരെ പേടിച്ച് ലീവിൽ പോയ SI അലക്സ് ബെഞ്ചമിന് ഞാൻ ഫോൺ ചെയ്തിരുന്നു. നാളെയോ മറ്റന്നാളോ അയാൾ തിരിച്ചെത്തുമെന്ന് ഉറപ്പു പറഞ്ഞു. പിന്നെ നമ്മളൊരു കലക്കും ഹരിലാലെ, താൻ നോക്കിക്കോ. ആഹ്ലാദം അടക്കാനാവുന്നില്ല ശ്രീനിവാസന്. എന്നെ ഒരു കൊലക്കേസിൽ കുടുക്കിയ അവനെ ഞാൻ 9 എണ്ണത്തിൽ അകത്താക്കിക്കും. ഒന്നുകിൽ ഇനിയുള്ള കാലം ചാന്നാർ ജയിലിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും. ശ്രീനിവാസൻ സെറ്റിയിൽ പിന്നോട്ട് ചാഞ്ഞിരുന്നു. എന്താ, എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ? ശ്രീനിവാസിൻ്റെ ഭാര്യ ഹേമലത മൂവർക്കും ചായയുമായി വന്നു. സന്തോഷിക്കേണ്ട കാര്യം വരുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോടി? എന്നാൽ ഈ സന്തോഷത്തിന് ചായ പോരാ. നീ പോയി ഒരു കുപ്പിയെടുത്ത് വാ. പിന്നെ നമ്മുടെ ചെമ്മീൻ കെട്ടിൽ നിന്ന് പിടിച്ച കൊഞ്ച് ഫ്രൈ ചെയ്തുകൊണ്ടും വരണം. കുറച്ച് ഏറെ വേണത്. ഒരു അതിഥി കൂടി വരാനുണ്ട്. അപ്പോൾ ചായ വേണ്ടേ? ഹേമലതയുടെ നെറ്റിച്ചുളിഞ്ഞു. വേണ്ട. ഹേമലത ചായക്കപ്പുകളുമായി മടങ്ങി. അടുത്ത നിമിഷം ദേവസേനാപതിയുടെ ഫോൺ ശബ്ദിച്ചു. അതെടുത്ത് നമ്പർ നോക്കി അയാളുടെ മുഖത്ത് ആഹ്ലാദം വിരിഞ്ഞു. അവനാ? മറ്റുള്ളവരെ നോക്കി കണ്ണിറുക്കിയിട്ട് അയാൾ അറ്റൻഡ് ചെയ്തു. 1/2 മിനിറ്റത്തെ സംസാരം. ഫോൺ ടീപ്പോയിലേക്ക് വെച്ചിട്ട് സേനാപതി പറഞ്ഞു. അവനെത്തും 1/2 മണിക്കൂറിനുള്ളിൽ. അവരുടെ മുഖം തെളിഞ്ഞു. ഹേമലത മാർട്ടൽ ക്രിയേഷൻ ഗ്രാൻഡ് എന്ന എക്സ്ട്രാ കോണിക്കാലിൻ്റെ ഒരു ബോട്ടിലും മിനറൽ വാട്ടറും ഗ്ലാസുകളും കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ചു. ഹരിലാലിൻ്റെ മുഖത്ത് കൊതി തിങ്ങി. മുന്തിയ മദ്യം അയാൾ കുടിക്കുന്നത് ശ്രീനിവാസിൻ്റെയും സേനാപതിയുടെയും അടുത്ത് ചെല്ലുമ്പോഴായിരുന്നു. ചെമ്മീൻ ഇപ്പം കൊണ്ടുവരാം പറഞ്ഞിട്ട് ഹേമലത പോയി. അതിനിടെ ഒരു പ്രത്യേക ഭാവത്തിൽ സേനാപതിയെ ഒന്ന് നോക്കുകയും ചെയ്തു. അയാൾ ഗൂഢമായി ചിരിച്ചു. പിന്നെ വാതിൽ കിടക്കുന്ന അവളുടെ പിൻചലനത്തിൽ ഒരു മാത്ര മിഴികളൂന്നി. ഹരിലാൽ ആവേശത്തോടെ മദ്യക്കുപ്പി എടുത്തു. കൈമുട്ടിൽ അതിൻ്റെ അടപ്പൊന്ന് തട്ടിയിട്ട് താറാവിൻ്റെ കഴുത്ത് പിരിക്കുന്നത് പോലെ കുപ്പി തുറന്നു. കൊള്ളാം. ഒന്ന് മണത്തിട്ട് ഗ്ലാസുകളിലേക്ക് പകർന്നു. കൃത്യം 1/2 മണിക്കൂർ. അവർ ഓരോ പെഗ് സിപ്പ് ചെയ്ത് തീർത്തപ്പോഴേക്കും മുറ്റത്ത് പോർഷെ പനാമോയുടെ ഒരു ആഡംബര കാർ ഒഴുകി വന്നു നിന്നു. അതിൻ്റെ പിൻസീറ്റിൽ നിന്ന് അവൻ ഇറങ്ങി. നകുൽ. പത്മത്തെയും ഭാരതിയമ്മാളിനെയും തട്ടിക്കൊണ്ടു പോയവൻ. വരണം വരണം. ദേവസേനാപതി എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ചെന്ന് അവനെ സ്വീകരിച്ചു. കൈസ ഹേ? സബ് കുച്ച് ടീക് ഹൈ. അവൻ പുഞ്ചിരിച്ചു. കിട്ടിയ കാശിൽ 2 കോടി മുടക്കി കാർ വാങ്ങി അല്ലേ? സേനാപതി അവനെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ പോയാൽ പണമൊക്കെ പെട്ടെന്നങ്ങ് തീരും. ഒന്നുമില്ലെന്നേ. അവൻ തലയിളക്കി. പണത്തിൻ്റെ വഴികൾ ഇപ്പോഴല്ലേ തുറന്നു കിട്ടിയത്. ഇനി നമുക്ക് ആവശ്യമുള്ള പണം പേനത്തുമ്പിലായിരിക്കുന്നത്. അവൻ അയാളെ നോക്കി കണ്ണിറക്കി. ശ്രീനിവാസനും ഹരിലാലും അവനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തു. അവർക്ക് ഹസ്തദാനം നൽകിയിട്ട് അവൻ പറഞ്ഞു. ഇനി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഷർട്ടിൻ്റെ വിലയുള്ളത് ധരിക്കാനാണ് എൻ്റെ തീരുമാനം. ജീവിക്കുന്നെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അല്ലാതെ അഗ്രികൾച്ചർ നൊസ്റ്റാൾജിയ ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഇരിക്കുന്നതിനിടയിൽ നകുൽ സേനാപതിയെ നോക്കി. മദ്യ ബിസിനസ്സിലും താല്പര്യമില്ല കേട്ടോ? പിന്നെ എന്തിനാ താല്പര്യം? ശ്രീനിവാസൻ തിരക്കി. 2 കാര്യത്തിലുണ്ട്. ഒന്ന് അങ്കിളിനെ പോലെ തന്നെ പൊളിറ്റിക്സ്. അതാകുമ്പോൾ ഒരുത്തനും കയറി ചൊറിയാൻ വരത്തില്ല. അണികൾ എന്ന തൊഴിലില്ലാത്തവരുടെ എല്ലിൻ കഷ്ണങ്ങൾ കൊടുത്ത് നമുക്ക് കവചമൊരുക്കാം. ഒരു അന്വേഷണ ഏജൻസിയും അത്ര വേഗം പിറകെ വരത്തുമില്ല. വന്നാൽ തന്നെ അവരെ രാഷ്ട്രീയമായി നേരിടാം. പിന്നെ രണ്ടാമത്തേത്. ഹരിലാൽ സാഗൂതം അവനെ നോക്കി. രണ്ടാമത്തേത്. അവൻ ശബ്ദം താഴ്ത്തി. അത് കൂടുതൽ റിസ്ക്കുള്ള പണിയാ. പക്ഷേ ലാഭം 10 ഇരട്ടി കിട്ടും. സേനാപതി അങ്കിളിന് കടൽ തീർത്ത് പെട്രോൾ പമ്പ് ഉള്ളതിനാൽ കാര്യം നടക്കുകയും ചെയ്യും. നീ പറ. സേനാപതി നെറ്റി ചുളിച്ചു. വേലുപ്പിള്ള പ്രഭാകരൻ്റെ മരണത്തിന് ശേഷം ചിതറിപ്പോയ തമിഴ് പുലികൾ ശ്രീലങ്കയിൽ വീണ്ടും ചൂടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അവർക്ക് വെപ്പണും പെട്രോളും എത്തിക്കുന്ന ഒരു കോൺട്രാക്ട്. സ്വർണ്ണക്കടത്തിനേക്കാൾ 100 ഇരട്ടി ലാഭമുള്ള ബിസിനസ്. പുലികൾ ശക്തിയാർജിച്ചു കഴിഞ്ഞാൽ അവർ ഇനി ആദ്യം ചെയ്യുന്നത് ശ്രീലങ്കയുടെ അധികാരം പിടിക്കുകയാണ്.
ശ്രീനിവാസൻ നെറ്റിച്ചുളിച്ചു. മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ബോംബാണെന്ന് അയാൾക്ക് തോന്നി. അതിന് റിസ്ക് കൂടുതലല്ലേ? റിസ്ക് കൂടുമ്പോഴേ പണവും കൂടൂ. ചുമ്മാ കോടീശ്വരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലേ ഒരു 5000 കോടിയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. 5000 കോടിയോ? ഹരിലാലിൻ്റെ കണ്ണു തള്ളി. ആ, ഈ ശ്രീനിവാസൻ അങ്കിള് 5 വർഷം കൊണ്ട് എത്രയുണ്ടാക്കും? അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറായ താങ്കൾ 1 വർഷം കൊണ്ട് എത്ര കൈക്കൂലി വാങ്ങും? അതിൻ്റെ പകുതി നേരം കൊണ്ട് ഇത്രയും ഉണ്ടാക്കാം. ആ, അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ശ്രീനിവാസനും ഹരിലാലിനും മാത്രമല്ല, സേനാപതിക്ക് നകുലിനോട് ഒരു പ്രത്യേക ആരാധന തോന്നി. ഒരു പ്രത്യേക ഗന്ധം അവിടെ പരന്നപ്പോൾ നകുൽ ചുറ്റും നോക്കി. വറുത്ത ചെമ്മീനുമായി ഹേമലത അവിടേക്ക് വരികയായിരുന്നു. ഹായ്! നകുൽ ഒന്നുകൂടി മൂക്ക് വിടർത്തി. മണത്തിൽ നിന്ന് തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ഹേമലത പാത്രം ടീപ്പോയിൽ വച്ചപ്പോൾ നകുൽ പെട്ടെന്ന് ഒരെണ്ണമെടുത്ത് വായിലിട്ടു. ഇതാരാ? ഹേമലത ഭർത്താവിനെ നോക്കി. സേനാപതിയുടെ ബന്ധുവാ, ഇപ്പോൾ നമ്മുടെയും. അയാൾ അത്രമാത്രം പറഞ്ഞു. ഹരിലാൽ പിന്നെയും ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്നു. ഇത്തവണ നകുലിനു കൂടി ഒരു ഗ്ലാസ് വച്ചിരുന്നു. ചേഴ്സ് പറഞ്ഞ് നകുൽ ഗ്ലാസ് ഉയർത്തി. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മാറിയിരിക്കണം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വിശ്വരൂപം ചാന്നാരുടെ അവസാന നിമിഷങ്ങൾ വരെ. അവൻ പല്ലു കടിച്ചു. മൂവരും പരസ്പരം നോക്കി. കഥ തുടരും.